ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദാസിമാരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾക്ക് ഇവിടെ പകലാണ്, മറ്റ് ടൈം സോണിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മറ്റു വലിയ സമയമായിരിക്കും. എന്നാൽ ഇത്രത്തോളം സമയം പ്രാർത്ഥനയോടെ ഞാൻ സന്ധ്യ ആന്റിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു 24 hour പ്രയർ ലൈൻ ആണ്. എപ്പോഴും സ്ഥിരമായിട്ട് തുടർച്ചയായിട്ട് പ്രാർത്ഥനാ നിരതരായി കർത്താവിന്റെ സന്നിധി കടന്നു വരുവാനും അഭയാചന കഴിക്കുവാനും കഴിയുന്ന ഒരു പ്രയർ മീറ്റിംഗ് ആണ് ഇത്. അതുകൊണ്ട് ഞാൻ വളരെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രിയ സന്ധ്യ ആന്റി, കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മറ്റ് ദാസിമാർ. പിന്നെ ഞാൻ ഈ മീറ്റിംഗ് ജോയിൻ ചെയ്തപ്പോൾ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരുന്ന ദൈവദാസന്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മുഖം കാണുന്നില്ലെങ്കിലും മിക്കവാറും നാളെ മല്ലിക്കൽ സാറാണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ബൈബിൾ സ്കൂളിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ള സാറാണ്. ഒത്തിരി സന്തോഷമുണ്ട്. അത് കാരണം കർത്തദാസൻ സംസാരിച്ചതിന് ശേഷം ഞാൻ സംസാരിക്കുമ്പോൾ വളരെ ഭവ്യതയോടും ദൈവഭയത്തോടുമാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പ്രാർത്ഥനയുടെ ഒരു സൂം മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ അതിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടിയന്റെ ഹൃദയത്തിൽ തന്ന ചില ആലോചനകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് ആധാരമായിട്ട് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗം ഇപ്പോൾ ഇവിടെ വായിക്കാമല്ലോ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, അതിന്റെ 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വായിക്കാമല്ലോ. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. താങ്ക് യു ആന്റി. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ക്രൂശിൽ മരിച്ചെന്റെ പാപം പോക്കുവാ, ജീവൻ നൽകി നിത്യജീവനേകുവാ. ക്രൂശിൽ മരിച്ചെന്റെ പാപം പോക്കുവാ, ജീവൻ നൽകി നിത്യജീവനേകുവാ. ചിന്തിരുതിരാമെന്നെ രക്ഷിക്കുവാനാ, ദോഷി ഞാൻ ദൈവത്തിന്റെ മിത്രമാകുവാ. ചിന്തിരുതിരാമെന്നെ രക്ഷിക്കുവാനാ, ദോഷി ഞാൻ ദൈവത്തിന്റെ മിത്രമാകുവാ. മനമേ നീയോർക്കുക എൻ പരനെ, എൻ പരനെ എന്നെ നടത്തും നാഥനെ. മനമേ നീയോർക്കുക എൻ പരനെ, എൻ പരനെ എന്നെ നടത്തും നാഥനെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി കാൽവറി ക്രൂസിൽ യാഗമായി ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന സർവശക്തനായ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഒരു പ്രാവശ്യം കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗം വരുന്നവനായ കർത്താവിന്റെ നാമത്തിൽ പ്രിയ ദൈവദാസുമാർ, ദൈവജനത്തെ അടിയൻ വന്ദനം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ സന്നിധി, കർത്താവെ എന്നോട് സംസാരിക്കണമേ, അനേക വിഷയത്തിൽ ഞരങ്ങുന്നു, ഭാരപ്പെടുന്നു, അതിന്റെ മധ്യത്തിൽ കർത്താവെ എന്നോട് ഇടപെടണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ സ്തോത്രം. സന്ധ്യ ആന്റി എന്നെ കോണ്ടാക്ട് ചെയ്തപ്പോ പറഞ്ഞു സാക്ഷ്യത്തിനും മെസ്സേജിനും ഒക്കെയുള്ള സമയമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എങ്ങനെ നമ്മെ ലീഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അതിന് പ്രാപ്തരാക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഈ നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാക്ഷ്യത്തിൽ ഒരു ഭാഗം മാത്രം വേഗത്തിൽ പറഞ്ഞുകൊണ്ട് ദൈവജനത്തിലേക്ക് കടക്കുവാൻ കർത്താവിന്റെ സന്നിധിയിൽ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇന്ന് പകൽക്കാലം ഇങ്ങനെ മലയാളത്തിലെ ദൈവത്തിന്റെ വചനം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കഴിയുമ്പോൾ ഇതിന്റെ പിമ്പിൽ ഒരു ചരിത്രം ദൈവത്തിന്റെ സന്നിധിയിൽ ഉണ്ട്. അടിയന്റെ ജീവിതത്തിൽ ഇങ്ങനെ മലയാളം പറയുമ്പോൾ ഇതിനൊന്നും കഴിയാതിരുന്ന ഒരു ഒരു സമയം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് സഹായിച്ച് കർത്താവിന്റെ കൃപയുണ്ടായിരുന്നത് കൊണ്ട് കർത്താവിന്റെ സമയമായപ്പോൾ കർത്താവ് ജീവിതത്തെ എല്ലാം മാറ്റിമറിച്ചു. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ സൗദിയിലായിരുന്നു. എന്റെ പേരൻസ് ജോലിയുള്ള ബന്ധത്തിൽ അവിടെ ആയിരുന്നത് കൊണ്ട് 6 വയസ്സ് വരെ സൗദിയിലായിരുന്നു. അപ്പോൾ സൗദി ജനിച്ചത് കൊണ്ട് അത്യാവശ്യം നമ്മുടെ കുടുംബങ്ങളൊക്കെ മലയാളമൊക്കെ അറിയാം എന്ന് പറഞ്ഞാലും
എന്റെ ജീവിതത്തിൽ എനിക്ക് മലയാളം ഒട്ടും വശമില്ലായിരുന്നു. അത്യാവശ്യം ഇംഗ്ലീഷും കുറച്ച് അറബിയൊക്കെ ചെറുപ്രായത്തിൽ അറിയാമായിരുന്നു. എന്നാൽ മലയാളം എനിക്ക് ഒട്ടും വശമല്ലായിരുന്നു, വഴങ്ങത്തും ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഏതായാലും സൗദിയിലായിരുന്നപ്പോൾ അതിന് വലിയ പ്രശ്നമില്ല. എന്നാൽ അതിനുശേഷം നാട്ടിൽ വന്നപ്പോൾ 6 വയസ്സിന് ശേഷം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്കൂളിൽ എന്നെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളിൽ പോയപ്പോൾ, പക്ഷേ ഭാഷ ഭയങ്കര പ്രശ്നമാണ്. മലയാളം അറിയത്തില്ലല്ലോ, പറയാനും കഴിയത്തില്ല, മനസ്സിലാക്കുക അത്യാവശ്യം, എന്നാൽ പറയാനും കഴിയത്തില്ല. അപ്പോൾ ഏതായാലും ശരി, സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ എന്റെ ഭവിഷ്യത്തുണ്ടായത് ടീച്ചർ പറയും നാളെ എല്ലാവരും വെള്ള ഷൂസ് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് മമ്മിയോട് പറയും, മമ്മി അവർ പറഞ്ഞു നാളെ കറുത്ത ഷൂ കൊണ്ടുവരണമെന്ന് പറയും. അങ്ങനെ എല്ലാം മൊത്തത്തിൽ തെറ്റിച്ച് വല്ലാത്തൊരു അനുഭവമായിരുന്നു ഒരു സമയം. ഏതായാലും ശരി, അങ്ങനെയെല്ലാം കടന്നു പോയപ്പോൾ എന്റെ മലയാളത്തിലെ മാർക്കൊക്കെ വളരെ കുറഞ്ഞ് ഒരു പ്രാവശ്യം ടീച്ചറിന് അരിശം വന്ന് നല്ലപോലെ അടിച്ച് കൈക്ക് മുറിവുണ്ടാകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ മുറിവായിട്ട് ഞാൻ ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ അമ്മ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മമ്മിക്ക് ഹൃദയത്തിൽ ഭയങ്കര ഭാരം, ഭയങ്കര കരച്ചിലും, ഭയങ്കര വിഷമം. ഏതമ്മയ്ക്കാ സഹിക്കുവാൻ കഴിയുന്നത്? അങ്ങനെ ഏതായാലും കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ അത് കണ്ടിങ്ങനെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ, അന്ന് മമ്മിയുടെ ഫാദർ എന്റെ അപ്പച്ചനുണ്ട്. അപ്പച്ചൻ ഒത്തിരി വലിയ പ്രാർത്ഥനാ മനുഷ്യനാണ്. രോഗശാന്തിയിലും മരുന്നെടുക്കാതെ എങ്ങനെ വിശ്വാസത്തിൽ മുന്നേറുന്ന ഒരു ദൈവ മനുഷ്യൻ. ഏതായാലും ശരി, അപ്പച്ചൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ മമ്മിയോട് പറഞ്ഞു, അപ്പച്ചൻ അന്നേരം ഉപവസിക്കുന്ന ഒരു ദൈവമനുഷ്യനാണ്. അപ്പച്ചൻ പറഞ്ഞു, ഈ വിഷയത്തിന് ഒരു മറുപടി കാണാതെ ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേക്കത്തില്ല, ഞാൻ ദൈവസന്നിധി ഇരിക്കാൻ പോവാന്ന് പറഞ്ഞു. ഏതായാലും ശരി, അപ്പച്ചന് അതിനുശേഷം പ്രാർത്ഥിക്കുവാൻ ഇരുന്നു. കുറെ സമയങ്ങൾ നീണ്ട കർത്താവിന്റെ സന്നിധിയിൽ സമയം ചെലവഴിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പച്ചൻ എഴുന്നേറ്റ് വന്നു. അപ്പച്ചൻ എഴുന്നേറ്റ് വന്നേച്ച് മമ്മിയോട് പറഞ്ഞു, ഇവൻ ഒരു സമയത്ത് 2 ഭാഷ കൈകാര്യം ചെയ്യുന്നത് നീ കാണും. എന്റെ മമ്മിയോട് പറഞ്ഞു, ഒരു സമയത്ത് 2 ഭാഷ കൈകാര്യം ചെയ്യുന്നത് നീ കാണും, അത് കാണുവാൻ ഞാൻ ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞു. ഏതായാലും നാളുകൾ കഴിഞ്ഞു, ഈ കാര്യമൊക്കെ മറന്നുപോയി. കർത്താവിന്റെ കൃപയാൽ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം നാട്ടിലായിരുന്നു. അതിനുശേഷവും ഈ രാജ്യത്ത് ഡാളസിൽ കടന്നു വന്നതിന് ശേഷം കർത്താവിന്റെ കൃപയാല് ഇവിടെ മീറ്റിങ്ങുകളൊക്കെ കടന്നു വരുമ്പോൾ നാട്ടിൽ നിന്ന് കടന്നു വരുന്ന കർത്തദാസന്മാർക്ക് വേണ്ടി ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ മലയാളത്തിൽ നിന്ന് ഇപ്പോഴും കർത്താവ് അതിന് മുഖാന്തരങ്ങളെ തന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് എന്റെ മിടുക്കോ കഴിവോ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവിന് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ സാഹചര്യം നമുക്ക് എതിരായിരുന്നാലും, ആരെല്ലാം നമുക്ക് എതിരായിരുന്നാലും, എവിടെല്ലാം നമുക്ക് നാളെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് ഒരു പ്രതീക്ഷ ഇല്ലെന്ന് ആരെല്ലാം നമ്മെക്കുറിച്ച് പറഞ്ഞാലും, അതിന്റെ മധ്യത്തിൽ എന്റെ കർത്താവിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ, എന്റെ കർത്താവാണ് നമ്മുടെ ജീവിതത്തെ മുന്നേ കണ്ടതെങ്കിൽ, സകലത്തെയും അറിയുന്ന സർവശക്തനായ കർത്താവാണ് നമ്മുടെ ദൈവമെങ്കിൽ, ഇതിനു മുമ്പ് നാം കേട്ടതുപോലെ ശ്രേഷ്ഠനായ ഒരു കർത്താവ് കേട്ടതുപോലെ നമ്മുടെ മൂത്ത സഹോദരന് ആ സർവശക്തനായ കർത്താവ് ആ ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഭാരങ്ങൾ കടന്നു വന്നാലും, എന്തെല്ലാം വിഷയങ്ങൾ കടന്നു വന്നാലും അതിന്റെ മുമ്പിൽ നാം തളർന്നു പോകുവാനല്ല, നാം വീണു പോകുവാനല്ല, നാം ക്ഷീണിച്ചു പോകുവാനല്ല, പകരമായിട്ട് അതിന്റെ മധ്യത്തിൽ ഇതുവരെ എന്നെ നടത്തിയ എന്റെ സർവശക്തനായ കർത്താവ് നാളെയും എന്നെ നടത്തുവാൻ ശക്തനായ ദൈവമാണെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ആ ഉറപ്പാ നമ്മെ നയിക്കുന്നത്. അല്ലെ, പ്രശ്നമില്ലാഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ആരും ഇവിടെ ഇരിക്കുന്നത്, ഭാരമില്ലാഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ആരും ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊരു ഉറപ്പുണ്ട്, എന്നെ നടത്തുന്ന ഒരു നാഥൻ എന്നോട് കൂടെയുണ്ട്. എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി എന്നെ തേടി വന്ന എന്റെ ഒരു കർത്താവ്, ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്ന എന്റെ കർത്താവ്, നാളെ എന്നെ ചേർക്കുവാൻ വേഗം കടന്നു വരുന്ന താമസമിന കടന്നു വരുന്ന എന്റെ ഒരു കർത്താവ് എനിക്കുള്ളത് കൊണ്ട്, എന്റെ ജീവിതത്തെ നയിക്കുന്നതുകൊണ്ട് എനിക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗവും അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഞാൻ ജസ്റ്റ് പ്രാരംഭഘട്ടത്തിൽ എല്ലാവരുടെയും ബലത്തിന് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ ഒന്നുകൂടെ ബലം പ്രാപിക്കേണ്ടതിന് വേണ്ടി മാത്രം സാക്ഷ്യത്തിന്റെ ഒരു ചെറിയ ഭാഗം പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഫിലിപ്പിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിക്ക് എഴുതിയ 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യമാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്, നമുക്ക് അറിയാം. ഇതിന്റെ പശ്ചാത്തലവും സാഹചര്യവും സന്ദർഭവും ഒക്കെ നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിക്ക് എഴുതിയ ലേഖനമാണല്ലോ ഇത്. കാരാഗ്രഹ ലേഖനങ്ങൾ, അപ്പോസ്തലനായ പൗലോസിന്റെ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ് ഈ ഫിലിപ്പിയ ലേഖനം. ഈ ഫിലിപ്പിയ ലേഖനത്തിന് മുമ്പുള്ള പശ്ചാത്തലം നോക്കിയാൽ നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലാണ് പല അധ്യായങ്ങളുടെ ലേഖനങ്ങളുടെ ഒക്കെ പശ്ചാത്തലം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ മിഷണറി യാത്രകളൊക്കെ ആരംഭിച്ചതിന് ശേഷം യെരുശലേം കൗൺസില് 15-ാം അധ്യായത്തിൽ കൗൺസിലിന് ശേഷം ഇവിടെ പറയുന്നു, 16-ാം അധ്യായത്തില് പൗലോസ് ആയിരിക്കുമ്പോൾ ശുശ്രൂഷയുടെ മുഖത്ത് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ദർശനം ഉണ്ടാകുകയാണ്. പ്രത്യേകിച്ച് 16-ാം അധ്യായം 9-ാമത്തെ വാക്യത്തില്
ഒരു മക്കതോന്യക്കാരൻ വിളിക്കുന്ന ഒരു ദർശനം ഉണ്ടാകുകയാണ്. അങ്ങനെ ഞങ്ങളെ അങ്ങോട്ട് വിലയ്ക്ക് വിളിച്ചിരിക്കുന്നുവെന്ന് ഹൃദയത്തിൽ വിചാരിച്ച്, ഹൃദയത്തിൽ തീരുമാനിച്ച് പൗലോസും കൂടെയുള്ള ശുശ്രൂഷകരും അവരെ ഒരുമിച്ച് കടന്നു പോകുമ്പോൾ, യൂറോപ്പിന്റെ പ്രദേശത്തേക്ക് കടന്നു പോകുമ്പോൾ ആദ്യം ചെന്നെത്തുന്ന പട്ടണമാണ് ഫിലിപ്പിയ പട്ടണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ സാധാരണ രീതിയിൽ പൗലോസൊക്കെ പ്രതീക്ഷിച്ച് കാണും, ഒരു പ്രാർത്ഥനാ സ്ഥലം ഇവിടെ ഉണ്ടായിരിക്കുമല്ലോ, ചില ജനം ഇവിടെ പ്രാർത്ഥിക്കുവാൻ ഉണ്ടായിരിക്കുമല്ലോ, ചില ദൈവദാസന്മാർ, ചില വ്യക്തികൾ, പ്രത്യേകിച്ച് യഹൂദന്മാർക്ക് ഇവിടെ പ്രാർത്ഥിക്കുവാൻ ഉണ്ടായിരിക്കുമല്ലോ, ആരെങ്കിലും ഒക്കെ കാണുമല്ലോ, ഞങ്ങൾക്കൊരു സാഹചര്യത്തിൽ അനുകൂലമായിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും അവരോട് സുവിശേഷം അറിയിക്കുവാനും കഴിയുന്ന സമയവും സാഹചര്യവും ഒക്കെ കാണുമല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ അതൊന്നുമല്ല സന്ദർഭം. ഇവിടെ പ്രതീക്ഷയ്ക്കൊക്കെ വിപരീതമായിട്ട് പ്രാർത്ഥനാ സ്ഥലമില്ല. ചിന്തിച്ചു നോക്കിയാൽ പുരുഷന്മാര് പോലും ഇല്ല. പകരമായിട്ട് അവരൊരു പുഴവക്കത്തായിരിക്കുമ്പോൾ അവിടെ കടന്നു വരുന്ന ചില സ്ത്രീകൾ, ചില സഹോദരിമാർ പ്രാർത്ഥനയ്ക്കല്ല, അവരുടെ ബിസിനസ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ കടന്നു വരുന്ന ചില സഹോദരിമാരാണ് അവിടെ. പക്ഷേ ദൈവം അയച്ച ഇടമാണല്ലോ. അങ്ങനെ ചെന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ അവിടെ യൂറോപ്പിൽ ആദ്യമായിട്ട് ലുദിയ എന്നൊരു സഹോദരിയുടെ ഹൃദയം കർത്താവ് പൗലൂസിലൂടെ സുവിശേഷത്താൽ ഹൃദയത്തെ തുറക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ യൂറോപ്പിലേക്ക് ഒരു വാതില് ദൈവവചനത്തിന്, സുവിശേഷ ഘോഷണത്തിന് ആ 16-ാം അധ്യായത്തിൽ അപ്പോസ്തലരുടെ പ്രവൃത്തിയിൽ ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഇങ്ങനെയാണ് ഫിലിപ്പിയ ലേഖനത്തിൽ അതിന്റെ മുമ്പുള്ള സന്ദർഭം തുടങ്ങുന്നത്. എന്നാൽ അവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ. അതിന് മുമ്പോട്ട് കടന്നു പോകുമ്പോൾ നമുക്കെല്ലാം സുപരിചിതമായ ഭാഗമാണ്. അതിനുശേഷം മുമ്പോട്ട് കടന്നു പോകുമ്പോൾ അവിടെ ഒരു വെളിച്ചപ്പാർത്തിയായ ഒരു ബാല്യക്കാരിയെ കുറിച്ച് നമുക്കറിയാം. ആ ബാല്യക്കാരി യജമാനന്മാർക്ക് ലക്ഷണം പറഞ്ഞ് ലാഭം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ ഇതാ പൗലോസ് കൂട്ടരെ കടന്നു പോകുന്നു. പക്ഷെ അങ്ങനെ പറയുവാൻ ശ്രമിച്ചപ്പോൾ അവിടെ വെച്ച് അത് ഫലിക്കുന്നില്ല. അങ്ങനെ പകരമായിട്ട് അതിന് മുഖാന്തരം, പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല, അത് മുഖാന്തരമായിട്ടുണ്ടായ ഭവിഷ്യത്താണ് പൗലോസ് ശിയാസ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല. ദൈവത്തിന് തന്റെ ദാസനെ കുറിച്ച് ഉദ്ദേശം ഉണ്ടായിരുന്നോണ്ട്, ദാസന്മാരെ കുറിച്ച് ഉദ്ദേശം ഉണ്ടായിരുന്നോണ്ട്, ദൈവവചനത്തിന്റെ വ്യാപ്തിക്ക് കർത്താവിന് ആ ദേശത്തെ കുറിച്ച് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ട് അതും ചിലരുടെ രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്നു. അതും ഒരു കാരാഗ്രഹ പ്രമാണിയുടെയും കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അങ്ങനെയെല്ലാം വളരെ ചില സംഭവങ്ങളൊക്കെ നടന്നാണ് ഈ ഫിലിപ്പിയ ലേഖനത്തിന്റെ സാഹചര്യവും സന്ദർഭവും ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഫിലിപ്പിയ പട്ടണത്തിൽ ഒരു സഭ ഉടലെടുക്കുവാനുള്ള ഒരു ആരംഭഘട്ടം ഉണ്ടാകുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന, ഇതാണ് നമ്മൾ ചിന്തിക്കുന്ന ഈ ഫിലിപ്പിയ ലേഖനത്തിന് മുമ്പുള്ള സന്ദർഭം, സാഹചര്യം. അപ്പൊ ഇങ്ങനെ ആയിരിക്കുന്ന അവിടെ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു ദൈവജനത്തോടാണ്, വിശുദ്ധന്മാരോടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ഫിലിപ്പിയ ലേഖനം എഴുതുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ പൗലോസ് എഴുതുമ്പോൾ പറയുകയാണ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പൗലോസ് പറയുന്ന സാഹചര്യം ഏതാ? പൗലോസ് ഈ 4-ാം അധ്യായം മൊത്തം സന്തോഷത്തെ കുറിച്ചാണ് പറയുന്നത്. സന്തോഷിപ്പിൻ, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, സന്തോഷിപ്പിൻ. അപ്പോസ്തലനായ പൗലോസ് അവരോട് സന്തോഷിപ്പിൻ എന്ന് പറയുമ്പോൾ ഫിലിപ്പിയ ലേഖനത്തെ ആ ഫിലിപ്പിയ വിശ്വാസികൾക്ക് ചോദിക്കാൻ കഴിയും, അപ്പോസ്തലനെ പൗലോസേ, നിന്റെ ജീവിതത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം ഏതാ? പൗലോസ് പറയും, ഞാൻ കാരാഗ്രഹത്തിലാ. നീ കാരാഗ്രഹത്തിലായിട്ട് ഇപ്പോഴും സന്തോഷിക്കുന്നോ? അതെ, സന്തോഷിക്കുന്നു. കഴിയും. ഇതിനു മുമ്പ് അവർ ചോദിക്കും ചിലപ്പം, അല്ലോ പൗലോസേ, ഇതിനു മുമ്പോ നീ ഇപ്പോൾ കാരാഗ്രഹത്തിലായിരിക്കുന്നു, പക്ഷേ ഞങ്ങളുടെ അവിടെ നാട്ടിൽ കടന്നു വന്നപ്പോൾ അന്ന് ഒന്ന് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതല്ലേ? അതെ. അപ്പോൾ എങ്ങനെ സന്തോഷിക്കുവാൻ കഴിയുന്നത്? അപ്പൊ പൗലോസ് പറയും, അല്ല, എന്റെ സാഹചര്യം മാറുന്നതിനനുസരിച്ചല്ല എന്റെ ദൈവത്തിലെ സന്തോഷം വരികയും പോവുകയും ചെയ്യുന്നത്. എന്റെ സാഹചര്യം എനിക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ആരിൽ നിന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. ഞാൻ ആശ്രയിക്കുന്ന ആരെ എന്നൊരു ഉറപ്പ് എന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ഉറച്ചിരിക്കുന്നത് ആരിൽ നിന്നുള്ള ഒരു ഉറപ്പ് എന്റെ ജീവിതത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. എനിക്കറിയാം എന്റെ നാളെ തീരുമാനിക്കുന്നവൻ ആരാന്ന്. എനിക്കറിയാം എന്റെ ഭാവിയുടെ ഗതി തീരുമാനിക്കുന്നത് ആരാന്ന്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും ആരെല്ലാം എനിക്കെതിരെ എഴുന്നേറ്റ് നിന്നാലും അതൊന്നും എന്റെ വിഷയമല്ല. കാര്യം ആ അധ്യായത്തിൽ തന്നെ, 4-ാം അധ്യായത്തിൽ തന്നെ പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞാൻ സകലത്തിലും സംതൃപ്തനാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയാം, അതാ എന്റെ ജീവിതത്തിന്റെ രഹസ്യം. ജീവിതത്തിലെ സാഹചര്യം മാറിയാലും വന്നാലും പോയാലും, അനുകൂലമായാലും പ്രതികൂലമായാലും, ഏത് സാഹചര്യത്തിലും ഞാൻ ദൈവത്തിൽ സംതൃപ്തനാണ്. ഞാൻ സംതൃപ്തനായതുകൊണ്ട് എന്റെ സാഹചര്യത്തിനനുസരിച്ചല്ല എന്റെ സന്തോഷം വരികയും പോവുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ലോകത്തിൽ മനുഷ്യരുടെ സന്തോഷം അവരുടെ വിചാരങ്ങൾക്കനുസരിച്ചാണ്. അവരുടെ ജീവിതത്തിൽ നല്ല മൂഡാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് സന്തോഷം എന്നൊക്കെ പറയാം. അതൊക്കെ താൽക്കാലികം. പക്ഷേ അത് മാറും. ജീവിതത്തിന്റെ സാഹചര്യം മാറിയാൽ അവരതിനനുസരിച്ച് ദേഷ്യപ്പെടുകയും വിചാരങ്ങൾക്ക് അടിമപ്പെട്ടു പോവുകയും ചെയ്യും. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വികാരത്തിനും വിചാരത്തിനും അനുസരിച്ചല്ല
പകരമായിട്ട് കർത്താവിന്റെ സന്നിധി നാം ആരെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ഞാൻ ആരെന്നും ഞാൻ സേവിക്കുന്ന ദൈവം ആരെന്നും നാളെ എനിക്ക് സംഭവിക്കുവാനിരിക്കുന്ന എന്തെന്നും ഒരു ജീവിതത്തിൽ ഉറപ്പുള്ളത് കൊണ്ട് എന്റെ ഭാവി എവിടാന്ന്, ഞാൻ നിത്യത എവിടെ ആരോടുകൂടെ ചെലവഴിക്കുവാൻ പോകുന്നുവെന്നും ഒരു ഉറപ്പ് എന്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് എനിക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. എന്റെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ മറ്റൊന്നിലുമല്ല അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, മറ്റൊന്നിനെയും അനുസരിച്ചല്ല, ആശ്രയിച്ചല്ല എന്റെ സന്തോഷത്തിന്റെ ഗതി പോകുന്നത്. അതുകൊണ്ട് പൗലോസ് പറയും, ശരിയാ, ഞാനിപ്പോൾ കാരാഗ്രഹത്തിലാണ്, ഈ കാരാഗ്രഹത്തിൽ ഇരുന്നോണ്ടാ ഞാൻ എഴുതുന്നത്, പക്ഷെ ഇതിന്റെ മധ്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു സന്തോഷിപ്പീൻ. പക്ഷെ അത് പറയുമ്പോഴേ നല്ലൊരു എക്സാമ്പിളാണ് പൗലോസ് ഇവിടെ കാണിക്കുന്നത്. സഭയോട് പറയുമ്പോൾ പൗലോസ് ചെയ്യാതിട്ടല്ല അത് സഭയോട് പറയുന്നത്. പൗലോസ് വിഷമിച്ചിരുന്നിട്ട് പൗലോസ് പറയുമല്ല നിങ്ങൾ സന്തോഷിപ്പീൻ, അല്ല. പൗലോസ് പറയുന്നത് എന്റെ ജീവിതത്തെ ഒന്ന് നോക്ക്, എന്റെ ജീവിതത്തിന്റെ അനുഭവം നോക്കി, ഈ കാരാഗ്രഹത്തിന്റെ ഈ ചങ്ങലയുടെ ഈ പടയാളികളുടെ മധ്യത്തിലും ഒക്കെ ആയിരിക്കുമ്പോൾ, ഇങ്ങനെ അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും ആയിരിക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നെങ്കിൽ ഫിലിപ്പിയ സഭയെ നിങ്ങളെ എത്രയധികം സന്തോഷിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ ഉറപ്പ് ഏറ്റെടുത്തോണം. സാഹചര്യത്തിന് അനുസരിച്ചല്ല, അത് സാഹചര്യം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തു തന്നെയും ജീവിതത്തിൽ കടന്നു വന്നോട്ടെ, പക്ഷെ അതിന്റെ മധ്യത്തിൽ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. എന്നെ നടത്തുന്ന എന്റെ നാഥൻ എന്നോട് കൂടെയുണ്ട്, എന്നെ നയിക്കുന്ന എന്റെ നാഥൻ എന്നോട് കൂടെയുണ്ട്, എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം ഏറ്റെടുത്തിരിക്കുന്ന ഒരു കർത്താവ് എന്നോട് കൂടെയുണ്ട്. എന്റെ ജീവിതത്തിന്റെ ഗതി തീരുമാനിക്കുന്ന മനുഷ്യരാരുമല്ല, എന്റെ ജീവിതത്തിന്റെ ഗതി തീരുമാനിക്കുന്നത് പിശാച് വെച്ചിരിക്കുന്ന ആലോചനയല്ല. ഏതൊരു ഗൂഢാലോചനയും എനിക്കെതിരെ എഴുന്നേറ്റ് നിന്നാലും അതൊന്നുമല്ല എന്റെ ജീവിതത്തിന്റെ ഗതി തീരുമാനിക്കുന്നത്. പകരം എന്റെ ജീവിതത്തിന്റെ ഗതിയും എന്റെ ജീവിതത്തിന്റെ സന്തോഷവും തീരുമാനിക്കുന്നത് ഞാൻ ആരിൽ ഉറച്ചിരിക്കുന്നു എന്നുള്ള ആ വിശ്വാസ ബോധ്യമാണ് എന്റെ ജീവിതത്തിൽ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെ പൗലോസിന് ആ ഉറപ്പുള്ളത് കൊണ്ട് പൗലോസ് പറഞ്ഞ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നമുക്കറിയാം ഇത് പ്രാർത്ഥനയുടെ ഒരു ഭാഗം തന്നെയാണ്. പൗലോസ് പറയുന്നല്ലോ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നമുക്കറിയാം ജീവിതത്തില് ഒത്തിരി വിചാരപ്പെടുന്നവരാ നമ്മൾ പലപ്പോഴും ദൈവങ്ങളാണെങ്കിലും. ഈ വിചാരവും ചിന്തയും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? അറിയാം, വചനത്തെ പലപ്പോഴും പറയുന്നുണ്ട് ആകുലപ്പെടരുത്, വ്യാകുലപ്പെടരുത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ചിന്തിക്കണം. ആ ചിന്ത പക്ഷെ ആകുലമായി തീരരുത്. അത് ചിന്താകുലമായി തീർന്നാലാണ് അത് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരീരത്തിനും അത് ഹീനമായി കേടായി തീരുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കണം. ചിന്തിക്കേണ്ടത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചിന്തകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടും ഗൗരവം ഉള്ളത് കൊണ്ടുമാണ് നമ്മളോട് പൗലോസോടെ പറയുന്നത് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. എല്ലാറ്റിലും പ്രാർത്ഥന വേണം. നമ്മൾ ചിന്തിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു എന്ന് നാം ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത്. പക്ഷെ ആ ചിന്ത ചിന്താകുലമായി തീരരുത്, ആ ചിന്ത വ്യാകുലതയായി തീരരുത്, ആ ചിന്ത ഭാരമായി തീരരുത്. ദൈവത്തിന് സ്തോത്രം. കാര്യം ജീവിതത്തിൽ അത് ഭാരമായി തീരുന്നത് എപ്പോഴാ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടി വ്യാകുലപ്പെട്ടു പോകുമ്പോഴാണ്. കാര്യം കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങളെ നാളെക്കുറിച്ച് വിചാരപ്പെടരുത്, നിങ്ങളെ നാളെക്കുറിച്ച് വിചാരപ്പെടരുത്. കാര്യം എന്താ? ഭൂമിയിലെ ഞാൻ സൃഷ്ടിച്ച ആ ചെറിയ സൃഷ്ടികളായ പൂക്കൾ അല്ലെങ്കിൽ കാക്കകള്, താമര, എന്ത് തന്നെ നോക്കിയാലും നിങ്ങൾ ചുറ്റുപാട് നോക്ക്. കർത്താവിടെ പറയുകയാണ്, അതിനെയൊക്കെ ഞാൻ പോറ്റി പുലർത്തുന്നില്ലേ, അതിന്റെ ഒക്കെ കാര്യം ഞാൻ നോക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ എത്ര അധികമായിട്ട് സൃഷ്ടിയുടെ മകുടമായിട്ട് കർത്താവ് വെച്ചിരിക്കുന്ന മനുഷ്യനെ, അല്ല അതിനെ ഒരു പടി കൂടെ കൂടുതൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ചാല്, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവ് നമ്മെ ഓർക്കുമ്പോൾ, കർത്താവ് നമ്മെ കടാക്ഷിക്കുന്നില്ലേ? കർത്താവ് നമ്മുടെ ജീവിതത്തെ നോക്കുന്നില്ലേ? കർത്താവ് നാളെ നമ്മെ ചേർക്കുവാനല്ലേ കടന്നു വരുന്നത്? ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം എന്തിനാണ് വിചാരപ്പെടുന്നത്? ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് പറയും, ഈ സൃഷ്ടിയുടെ കാര്യമൊക്കെ ഞാൻ ഇത്രത്തോളം നോക്കുന്നില്ലെങ്കിൽ, അങ്ങനെയെങ്കിൽ എത്ര അധികമായിട്ട് ഞാൻ നിന്റെ കാര്യം നോക്കും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ആ ഉറപ്പ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ചിന്ത ചിന്താകുലമായി തീരരുത്, ചിന്ത വിചാരമായി തീരരുത്, ചിന്ത ആകുലതയും വ്യാകുലതയുമായി തീരരുത്. പകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആ ചിന്ത പ്രാർത്ഥനയ്ക്കൊരു മുഖാന്തരമായി തീരണം. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ എവിടെയെങ്കിലും പ്രാർത്ഥന കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ഒരു ഭാരം, ആകുലത ഉണ്ടാകുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർത്തോണം, എന്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിന്റെ സന്നിധി മുട്ടുമുടക്കുവാൻ തീരുമാനിക്കുമ്പോൾ, എന്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിന്റെ സന്നിധി സമയം ചെലവഴിക്കുവാൻ തീരുമാനിക്കുമ്പോൾ, എന്റെ വിചാരങ്ങളെല്ലാം അത് കർത്താവിന്റെ സന്നിധി സമർപ്പിക്കുവാൻ കഴിയും. എന്റെ ആകുലതകളെല്ലാം അത് കർത്താവിന്റെ സന്നിധി സമർപ്പിക്കുവാൻ കഴിയും. ജീവിതത്തിൽ എന്തെല്ലാം ഭാരം എന്നെ അലട്ടുന്നോ, ഹൃദയം ഇങ്ങനെ കടൽ തിരക്ക് സമമായിട്ട് ആടി ഉലയുന്നോ, അതെല്ലാം എന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ വിഷയങ്ങളെ സമർപ്പിക്കുവാൻ എനിക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ് നമുക്ക് ആവശ്യമുണ്ട്, അല്ലാതെ ലാഘവത്തോട് പോകാനല്ല അവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഭാരപ്പെടരുത്, അതുകൊണ്ട് എങ്ങനെയും ജീവിച്ചു, അതല്ല അവിടെ പറയുന്നത്.
നിങ്ങൾക്ക് ഭാരപ്പെടേണ്ട, എപ്പോഴും സന്തോഷിച്ചു. അതുകൊണ്ട് എങ്ങനെ ലാഘവത്തോട് ലേശിയായിട്ട് ജീവിക്കുവാനല്ല അവിടെ പൗലോസ് പറയുന്നത്. പരമായിട്ട് ജീവിതത്തിൽ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. എന്നോട് പൗലോസ് പറഞ്ഞ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നാം പ്രാർത്ഥിക്കുന്നവരാണ്, നാം കർത്താവിന്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നവരാണ്, എല്ലാം നല്ലതാണ്. പക്ഷെ അതിനോട് ചേർത്ത് പൗലോസ് ഒരു നിബന്ധന പറയുന്നുണ്ട്, അല്ലെ? എന്താ? എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങൾ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കുക ദൈവത്തോട് ചെയ്യേണ്ടത്. ദൈവത്തിന് സ്തോത്രം. കാര്യം എന്താ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പ്രാർത്ഥനയുണ്ട്, അപേക്ഷയുണ്ട്. നാം കർത്താവിന്റെ സന്നിധി കടന്നു വരുന്നു, നമ്മുടെ വിഷയങ്ങളെ കർത്താവിന്റെ സന്നിധി സമർപ്പിക്കുന്നു. പക്ഷെ പലപ്പോഴും അതിനോട് ചേർന്ന് സ്തോത്രം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? കർത്താവ് ആരും നാം പലപ്പോഴും മനസ്സിലാക്കാതെ, കർത്താവിന് കരയേറ്റേണ്ടിയ നന്ദി കരയറ്റാതെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കടന്നു വരുമ്പോൾ അത് ഭാരമായി തീരുന്നു. കാര്യം എന്താ? നാളുകളായിട്ട് നമ്മൾ ഒരു വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കും, നാളുകളായിട്ട് നമ്മൾ ഒരു വിഷയത്തിന് മുഖത്ത് ഭാരത്തോടെ ആയിരിക്കും. പക്ഷെ കർത്താവിന്റെ സന്നിധി കടന്നു വരും നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സ്തോത്രമില്ലെങ്കിൽ, കർത്താവ് ഇതുവരെ എന്നെ നടത്തിയത് കൊണ്ട് നന്ദി, ഇതുവരെ നടത്തി ദൈവമേ സ്തോത്രം, ഇനി നടത്തുവാൻ അങ്ങനെ ശക്തനാകിയാൽ സ്തോത്രം, എന്നെ രക്ഷിച്ച വിധങ്ങൾക്ക് സ്തോത്രം. സ്തോത്രയാഗം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, സ്തോത്രം അർപ്പിക്കുവാൻ നാം കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥന കംപ്ലൈന്റ് ആയിട്ട് മാറും. ശ്രദ്ധിക്കണേ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവസന്നിധിയിലാണ് കടന്നു വരുന്നത്. ശരിയാ, നാളുകളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവസന്നിധി അപേക്ഷിക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ കർത്താവിന്റെ സന്നിധി, കർത്താവിന്റെ സ്തോത്രം അർപ്പിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നാം കംപ്ലൈന്റ് ബോക്സ് ആയിട്ട് മാറുവാൻ ഇടയായിത്തീരും. അത് പക്ഷേ തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാം? നമ്മുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന നമ്മുടെ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കംപ്ലൈന്റ് ചെയ്തത്. കർത്താവ് ഇങ്ങനെയാണല്ലോ എന്റെ വിഷയം, ഇങ്ങനെയാണല്ലോ എന്റെ സാഹചര്യം ഒക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. പക്ഷെ നാളുകളായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് ഹൃദയത്തിൽ ഒരു സമാധാനവും തോന്നുന്നില്ല, മനസ്സിൽ ഒരു ആശ്വാസവും തോന്നുന്നില്ലാതെ എന്ന് പോകുമ്പോൾ അവസാനം ആ കംപ്ലൈന്റ് പ്രാർത്ഥനാ വിഷയത്തിൽ നിന്ന് കർത്താവിലേക്ക് മാറുവാൻ എടുത്തരും. പിന്നെ കർത്താവിനെ കുറിച്ച് നമ്മൾ കംപ്ലൈന്റ് പറയും കർത്താവിനോട്. കർത്താവെ, നാളുകളായിട്ട് ഞാൻ അങ്ങയെ സേവിക്കുന്നുവല്ലോ, നാളുകളായിട്ട് ഞാൻ അങ്ങയെ മാനിച്ച് ജീവിക്കുന്നുവല്ലോ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എത്രമാത്രം പ്രവർത്തിക്കുന്നു, പക്ഷെ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇതുവരെ ഈ വിഷയത്തിൽ എനിക്കൊരു ആശ്വാസം ലഭിക്കാത്തത് എന്ന് പറഞ്ഞ് നമ്മൾ കംപ്ലൈന്റ് ചെയ്യുവാൻ പിറുപിറുക്കുവാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കണം, നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം അപേക്ഷിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധി സ്തോത്രം ചെയ്യുവാൻ കഴിയണം. നമ്മളവിടെ ഇപ്പൊ ലോകത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ വ്യക്തികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നല്ല വീഡിയോ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ, ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. ഇപ്പൊ സോഷ്യൽ മീഡിയ കാലമായതുകൊണ്ട് ഏറ്റവും നല്ല വീഡിയോ ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മനുഷ്യർ പല അഭിപ്രായങ്ങൾ കാണും. നല്ലത് പ്രധാനമായിട്ട് ചിലപ്പോൾ മനുഷ്യർ പറയും, നമുക്കറിയാം ഈ വീഡിയോ ഒക്കെ നമ്മൾ ഓൺലൈൻ കാണുമല്ലോ, ഒരു വണ്ടിയുടെ മുമ്പിലേക്ക് എടുത്ത് ആടിയ ഒരു കൊച്ചിനെ അപ്പം വലിച്ചു മാറ്റുമ്പോൾ അതെല്ലാം സോഷ്യൽ മീഡിയ വൈറലാകും, അതൊരു നല്ല വീഡിയോ എന്ന് നമ്മൾ പറയും. അത് നമുക്ക് കാണാൻ അത് നല്ലൊരു പ്രവൃത്തിയായിരുന്നു, നല്ലൊരു വീഡിയോ ആയിരുന്നല്ലോ നമ്മൾ പറയുകയും പലർക്കും ഷെയർ ചെയ്യുകയും ചെയ്യും. അല്ല, ഒരു രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഒരു ഫയർ ഫൈറ്റർ ഒരു ബിൽഡിങ്ങിലേക്ക് കടന്നു വന്നത്, അഗ്നിക്കിരയായിക്കൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിനകത്തുനിന്ന് ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു അമ്മയെ രക്ഷിച്ചു കഴിയുമ്പോൾ ആ വീഡിയോ വൈറലായി കഴിഞ്ഞാൽ നമ്മൾ പറയും അതൊരു നല്ല വീഡിയോ ആണല്ലോ. മനുഷ്യരുടെ അഭിപ്രായത്തിനനുസരിച്ച് നല്ലതോ തീയതോ എല്ലാം മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ വിഷയം അങ്ങനെ മനുഷ്യർ നല്ലൊരു വീഡിയോ എന്ന് ഇങ്ങനൊരു രക്ഷാപ്രവർത്തനം കാണുമ്പോൾ പറയും. പക്ഷെ നാം ഓർക്കണം, കർത്താവിന്റെ സന്നിധി കടന്നു വരുമ്പോൾ, കർത്താവ് കാണുമ്പോൾ സകലത്തെയും കാണുന്ന അദൃശ്യനായ ദൈവം, അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ള സർവശക്തനായ നമ്മുടെ കർത്താവ്, സകലവും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നവുമായിരിക്കുന്ന ആ കർത്താവ് നോക്കുമ്പോൾ, ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ കർത്താവിന് പറയുവാൻ കഴിയുന്ന നല്ല വീഡിയോ ഏതാണെന്നറിയാവോ? ആളുകളായിട്ട് ദൈവസന്നിധിയിൽ മുട്ടിന്മേലിരുന്ന് ആരും ചിലപ്പോൾ അറിയത്തില്ല, ആരും ചിലപ്പം പരിഗണിച്ചെന്ന് വരത്തില്ല, ആരും ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരത്തില്ല. പക്ഷേ ഒരു മുറിയുടെ ഒരു മൂലയ്ക്ക് മാറിയിരുന്ന് ദൈവസന്നിധി മുട്ടിന്മേൽ പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ അഭയാചനയും കഴിക്കുകയും ചെയ്യുമ്പോൾ അവിടെ മാത്രമല്ല, കർത്താവേ എന്റെ ജീവിതത്തിൽ ശരിയ സാഹചര്യം ഒക്കെ എനിക്ക് പ്രതികൂലമാണ്, നാളെക്കുറിച്ച് മനുഷ്യർ എന്നോട് പറയുമോ എങ്ങനെ മുമ്പോട്ട് പോകുവാൻ കഴിയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അതിനൊന്നും മാനുഷ്യമായിട്ടൊരു ഉത്തരമില്ല. പക്ഷെ അതിന്റെ മധ്യത്തിൽ കർത്താവെ എനിക്ക് പറയുവാൻ കഴിയും, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തോത്രം, ഇതുവരെ എന്നെ നടത്തിയെങ്കിൽ, ഇതുവരെ ഏതെല്ലാം ഭാരങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നോ അതിന്റെ മധ്യത്തിൽ കർത്താവെ അങ്ങനെ നടത്തിയെങ്കിൽ നാളെയും അങ്ങനെ നടത്തുവാൻ ശക്തരാകിയോണ്ട് അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തോത്രം. ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തി, ഒരു ദൈവദാസ്, ഒരു ദൈവവൈതല് ദൈവസന്നിധിയിൽ ഉണ്ടെങ്കിൽ കർത്താവ് അതിനെ നോക്കിച്ചാണ് അത് നല്ലൊരു വീഡിയോ എന്ന് പറയുന്നത്. കർത്താവിന്റെ കാഴ്ചയ്ക്ക്, കർത്താവിന്റെ ദൃഷ്ടിക്ക് അത് ഇമ്പമായി തീരുന്നത്. ചിലപ്പോ ഒരു അമ്മച്ചിയായിരിക്കും, നാളുകളായിട്ട് വേറെ ആരും അറിയുന്നില്ല, പക്ഷെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുക, ദൈവസന്നിധിയിൽ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. വിഷയങ്ങൾ അനവധിയാണ്, മക്കളെ കുറിച്ച് ഓർത്ത് ഭാരമാണ്, ജീവിതത്തിൽ എന്തെല്ലാം കടന്നു വന്നോ അതിന്റെ മധ്യത്തിലെല്ലാം ഒത്തിരി നെടുവീർപ്പിടേണ്ട സാഹചര്യമാണ്. കാര്യം നോക്കിക്കഴിഞ്ഞാൽ സന്തോഷിപ്പോ ഒരു അനുഭവവും സാഹചര്യമില്ല.
പക്ഷെ മുട്ടുമേൽ നിന്ന് കർത്താവിന്റെ സന്നിധിയില് പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷയാചന കഴിക്കുകയാണ്. പക്ഷെ അതിനോടൊപ്പം സ്തോത്രം അർപ്പിക്കുകയാണ്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുകയാണ്. അതിൽ നിന്ന് സ്തോത്രം, അതരത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് സ്തോത്രം പൊങ്ങി വരികയാണ്. കർത്താവേ, ഇതുവരെ എന്നെ നടത്തിയല്ലോ, ഇതുവരെ എന്നെ കൊണ്ടുവന്നല്ലോ, ഇതുവരെ ഇത്രത്തോളം എന്നെ സഹായിച്ച ദൈവത്തിന് മുഴുമഹത്വം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ദൈവസന്നിധിയിൽ ഉണ്ടെങ്കിൽ കർത്താവ് ആ പ്രാർത്ഥനയെ കടാക്ഷിക്കുന്നത്. മനുഷ്യരെ നോക്കിയിട്ട് ചിലപ്പം ഇതാണല്ലോ നല്ലത്, അതാണല്ലോ നല്ലതെന്ന് പറയുമ്പോൾ, അല്ലെ ലോകത്തിന് മുമ്പ് വിളങ്ങുന്ന മനുഷ്യരെ നോക്കിയിട്ട് വ്യക്തി ജീവിതങ്ങൾ പറയും, ഓ ഇതൊരു നല്ല പ്രവൃത്തിയാണല്ലോ എന്ന് പറയുമ്പോൾ, കർത്താവ് അതൊന്നും അല്ല നോക്കുന്നത്. രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ പിതാവ്, നമ്മുടെ രഹസ്യത്തിലുള്ള പ്രാർത്ഥന, രഹസ്യത്തിലുള്ള ദൈവസന്നിധിയിലുള്ള കരച്ചില്, രഹസ്യത്തിൽ നാം സ്തോത്രം അർപ്പിക്കുമ്പോൾ കർത്താവ് ആ പ്രാർത്ഥനയെ ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നൽകേണ്ട ആശ്വാസം നൽകുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പൗലോസ് വളരെ പ്രാഗൽഭ്യത്തോടെ പറഞ്ഞു, ഞാൻ കാരാഗ്രഹത്തില, എന്റെ സാഹചര്യം എനിക്കെതിരാ, പക്ഷെ അതിന്റെ മധ്യത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. ആ സന്തോഷിക്കുന്ന പോലെ നിങ്ങളും സന്തോഷിക്കണം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഇതാണ് പൗലോസിലൂടെ പറഞ്ഞു വരുന്ന കാര്യം. മുമ്പോട്ട് കടന്നു പോകട്ടെ. ഇവിടെ പൗലോസ് പറയുകയാണ്, നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം. അതാണ് പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ സന്നിധി കടന്നു വരുന്നതിന് മുമ്പ് മനുഷ്യരോടാണ് നാം അറിയിക്കുന്നത്. അല്ലെ, ദൈവമക്കളാണേലും വിശ്വാസികൾ എന്നാ നമ്മുടെ പേര്. പക്ഷെ പലപ്പോഴും വിശ്വാസത്തിന്റെ പ്രവൃത്തി അല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. വിശ്വാസത്തിന്റെ ഒരു റിസൾട്ട് അല്ല നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്. കാര്യം വിശ്വാസിയാന്ന് പറഞ്ഞാലും ആദ്യമേ നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം കടന്നു വന്നാൽ നമ്മൾ മനുഷ്യരോട് അതോടി പോയി പറയുവാൻ ശ്രമിക്കും. മനുഷ്യരോട് അത് അവിടുന്ന് എന്തെങ്കിലും ഒരു രക്ഷയുണ്ടോ, അവിടുന്ന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ, ഇവിടുന്ന് എന്തെങ്കിലും ഈ കാര്യത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്നാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ പറയുന്നത് ആദ്യം. അതെല്ലാം പറഞ്ഞതിന് ശേഷം മനുഷ്യന് ഒന്നും ലഭിക്കാതിരിക്കുമോ പിന്നെ നമ്മൾ ദൈവസന്നിധി വന്നിച്ച് പറയും, കർത്താവേ, ആരും എനിക്ക് സഹായമില്ലല്ലോ, ആരും എന്നോട് കൂടെ ഇല്ലല്ലോ, എന്റെ വിഷയത്തിന് ഒരു സൊല്യൂഷൻ തരാൻ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞേച്ചാണ് പിന്നെ നമ്മൾ കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ആദ്യമേ തന്നെ നമ്മുടെ വിഷയം ഏതു തന്നെ ആയിരുന്നാലും ദൈവസന്നിധി പ്രാർത്ഥനയോടെ കടന്നു വന്ന് അപേക്ഷയാചന കഴിക്കുവാനും, അല്ല അത് മാത്രമല്ല കർത്താവിന്റെ സന്നിധി സ്തോത്രം അർപ്പിക്കുവാനും കഴിഞ്ഞാൽ കർത്താവ് പറയും, എന്റെ മകനെ, എന്റെ മകളെ, നിനക്ക് വേണ്ടിയുള്ള പ്രവൃത്തി ഞാൻ ചെയ്തിരിക്കും, നിനക്ക് വേണ്ടി ഈ വിഷയത്തിൽ ഒരു സൊല്യൂഷൻ ഞാൻ തന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. മുമ്പോട്ട് കടന്നു പോകട്ടെ. ഈ പ്രാർത്ഥനയോടുള്ള ബന്ധത്തെ പൗലോസ് ഇവിടെ പറഞ്ഞ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, പ്രാർത്ഥിക്കുക, അപേക്ഷയാചന കഴിക്കുക, ദൈവസന്നിധി സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞതിനോടുള്ള ബന്ധത്തില് 4 കാരണങ്ങൾ ഈ ലേഖനത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. വല്ലതും കാണും. എന്നാൽ ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ, ഫിലിപ്പിയ ലേഖനം വായിച്ചപ്പോൾ പ്രധാനമായിട്ട് 4 കാരണങ്ങൾ. നാം എന്തുകൊണ്ട് വിചാരപ്പെടരുത്, നാം എന്തുകൊണ്ട് ഭാരപ്പെടരുത്, നാം എന്തുകൊണ്ട് വ്യാകുലപ്പെടരുത്, നാം എന്തുകൊണ്ട് നമ്മുടെ വിഷയങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോട്, അപേക്ഷയോട്, യാചനയോട്, സ്തോത്രത്തോടും അറിയിക്കുകയും സമർപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതിന്റെ 4 കാരണങ്ങൾ നമുക്ക് ഈ ലേഖനത്തിൽ കാണുവാൻ കഴിയും. അതെല്ലാം വേഗത്തിലെ ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ 4 കാരണങ്ങളും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ്. നമുക്കറിയാം, ഒരു ദൈവത്തിനെ സംബന്ധിച്ചോളം ക്രിസ്തുവാണ് ജീവിതത്തിന്റെ ആരംഭം. ജീവിതത്തിന്റെ തുടർച്ച, ജീവിതം എത്തി അവസാനിക്കുന്നതും എല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലാണ്. ക്രിസ്തുവല്ലാതെ ഒരു ക്രിസ്ത്യാനിക്ക് ജീവിതമില്ല. ക്രിസ്തുവില്ലാതെ ഒരു വിശ്വാസിക്ക് ജീവിതമില്ല. ക്രിസ്തു ആയിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ സെന്റർ ഫോക്കസ്. അല്ലെ, പൗലോസ് തന്നെ കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞത്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വേറെ ഒന്നും പ്രസംഗിക്കുവാനില്ല, വേറെ ഒന്നും പറയുവാനില്ല, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കുറിച്ച് മാത്രം. അപ്പൊ ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓൾ ഇൻ ഓൾ. അപ്പൊ ആ ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു ആയതുകൊണ്ട് തന്നെ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ 4 കാരണങ്ങൾ നമുക്ക് ഈ ലേഖനത്തിൽ കാണുവാൻ കഴിയും. നാം എന്തുകൊണ്ട് വിചാരപ്പെടരുത്, നാം എന്തുകൊണ്ട് വ്യാകുലപ്പെടരുത്, നാം എന്തുകൊണ്ട് ചിന്താകുലത്താൽ നമ്മുടെ ജീവിതം വലഞ്ഞു പോകരുത് എന്ന് പൗലോസ് പറയുന്ന 4 കാരണങ്ങൾ വേഗത്തിൽ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അതിന് ചില വേദഭാഗങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് വായിച്ച് ചിന്തിച്ച് കർത്താവിന്റെ സന്നിധി പ്രാർത്ഥനയോടെ ആയിരിക്കാമല്ലോ. പൗലോസ് പറയുന്ന ഒന്നാമത്തെ കാരണം ഈ അധ്യായത്തിൽ തന്നെ അതിന്റെ അടുത്ത വാക്യം 4:7 ഒന്ന് വേഗത്തിൽ ഒന്ന് വായിക്കാമല്ലോ. 4:7. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം ഇവിടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. താങ്ക് യു ആന്റി. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. ഒന്നാമത്തെ കാരണം ക്രിസ്തുയേശുവിലുള്ള സമാധാനം, പീസ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. നാം എന്തുകൊണ്ട് വ്യാകുലപ്പെടരുത്, നാം എന്തുകൊണ്ട് ഭാരപ്പെടരുത്? ഒന്നാമത്തെ കാരണം സകല ബുദ്ധിയെയും കവിയുന്ന ക്രിസ്തുവിന്റെ സമാധാനം നമുക്കുണ്ട്. ക്രിസ്തുവിലുള്ള സമാധാനം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒന്നാമത്തെ കാരണം.
നമുക്കറിയാം, ഇവിടെ നമ്മൾ സാധാരണ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ 6-ാമത്തെ വാക്യം, നമ്മുടെ കുറിവാക്യം വായിച്ചതിന് ശേഷം നമ്മൾ ചിന്തിക്കും, പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ലഭിക്കുമല്ലോ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ യെസ് എന്ന് ഉദ്ദേശിച്ചാ പ്രാർത്ഥിച്ചതെങ്കിൽ എന്റെ കർത്താവ് എനിക്ക് യെസ് തന്നെ തരുമല്ലോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. പക്ഷേ ഇവിടെ നമ്മളെ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് സർപ്രൈസ് ആയിട്ട് തോന്നുക, പക്ഷെ അങ്ങനെ ഒന്നുമല്ല പൗലോസ് ഇവിടെ പറയുന്നത്. കാര്യം കർത്താവിന് നമ്മുടെ ആരംഭത്തിൽ തന്നെ നമ്മുടെ അവസാനവും അറിയാം. നാം ഒരു ഗമനത്തിന്റെ ആരംഭത്തിൽ തന്നെ ആയിരിക്കുമ്പോൾ അതിന്റെ അവസാനം അറിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. സകലവും അറിയുന്ന സർവജ്ഞാനിയായ കർത്താവ്. ആ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവിന്റെ ജീവിതത്തെക്കുറിച്ച് എന്ത് ഉദ്ദേശമുണ്ടോ അത് നിറവേറ്റണമെങ്കിൽ ചില കാര്യങ്ങളിലൂടെ നാം കടന്നു പോകണം, ചില ദിശകളിലൂടെ, ചില യാത്രകളിലൂടെ നാം കടന്നു പോകണം, ചില കോഴ്സിലൂടെ നാം കടന്നു പോകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും, കർത്താവ് ഈ വിഷയത്തിൽ എനിക്കൊരു യെസ് വേണം, കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്ന യെസ് എന്നാണ്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നോ എന്ന് വേണം, കർത്താവ് എനിക്ക് താല്പര്യമല്ല, ഈ വിഷയത്തിൽ ഒരു നോ വേണം. പക്ഷേ ഇവിടെ പൗലോസ് അതൊന്നും അല്ല പറയുന്നത്. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ യെസ്സിന് യെസ് എന്നും നോ എന്നും അല്ല ഇവിടെ പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്നത് ശരിയാ, പ്രാർത്ഥിക്കണം, അപേക്ഷയാചന കഴിക്കണം, ദൈവസന്നിധി സ്തോത്രം ചെയ്യണം. പക്ഷെ ഇതെല്ലാം ചെയ്താലും കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു മറുപടി നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകും. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ യെസ് ആയിരിക്കാം, ചിലപ്പോൾ നോ ആയിരിക്കാം, ചിലപ്പോൾ ഇത് രണ്ടുമല്ല, നിശബ്ദമായിരിക്കുന്ന ചില സമയങ്ങൾ കർത്താവ് അതിന് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ചുകൂടെ പഠിക്കുവാനായിരിക്കും, നാം കുറച്ചുകൂടെ കർത്താവിന്റെ സന്നിധി വിനയപ്പെടുവാനായിരിക്കും, കർത്താവിന്റെ സന്നിധി നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുവാനായിരിക്കും. എന്തു തന്നെയായാലും കർത്താവിന്റെ ഉദ്ദേശപ്രകാരമുള്ള ഒരു മറുപടിയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്നത്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ ഹിതം എന്റെ ജീവിതത്തിൽ നടക്കണമേ, നിറവേറണമെന്ന് പറഞ്ഞാലും പലപ്പോഴും നമ്മുടെ ഉള്ളിൽ അന്തർഭാഗത്ത് നമ്മുടെ ആഗ്രഹം, കർത്താവ് എന്നാലും എന്റെ ഒരു ഇച്ഛ ഇങ്ങനെയാണ്, എന്നാലും എന്റെ ഇഷ്ടം ഇങ്ങനെയാണ്, എന്നാലും ഞാൻ ഇതിനൊരു യെസ് ആണ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ ചിലപ്പം പ്രാർത്ഥിക്കും. പക്ഷേ ഇവിടെ പൗലോസ് പറയുന്നത് എന്നെ വളരെ സന്തോഷിപ്പിച്ചു. അതൊന്നുമല്ല, പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു മറുപടി അല്ലായിരിക്കും ചിലപ്പോൾ. പക്ഷെ അങ്ങനെ ഒക്കെ ആയിരുന്നാലും എന്താ സംഭവിക്കുന്നത്? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ ദിവ്യ സമാധാനം ക്രിസ്തുയേശുവിൽ നമ്മുടെ ഹൃദയത്തെയും നിലവുകളെയും കാക്കുവാൻ കഴിയും. സ്തോത്രം. അത് ഒന്നാമത്തെ കാരണം. എന്തുകൊണ്ട് നാം ഭാരപ്പെടരുത്, എന്തുകൊണ്ട് നാം രാകുലപ്പെടരുത്? ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ തറംകെട്ടി നിന്നാലും, കാറ്റും കോളുമെല്ലാം നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചാലും നമുക്ക് ജീവിതത്തിൽ ഒരു ഉറപ്പുണ്ട്, എന്നെ നടത്തുന്ന കർത്താവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ ഭാരപ്പെടേണ്ടതാണ്. പക്ഷെ എനിക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാര്യം ആ സമാധാനം, ആ ദൈവത്തിന്റെ സമാധാനം ക്രിസ്തുയേശുവിൽ എന്റെ ജീവിതത്തിന്മേൽ വാഴുവാനിടയായി തീരും. ഇന്ന് ലോകത്തിൽ ആരോട് തന്നെ ചോദിച്ചാലും ശരിയാ, സാമ്പത്തികമുണ്ടോ? ഉണ്ട്. സാഹചര്യമുണ്ടോ? ഉണ്ട്. പത്രാസുണ്ടോ? ഉണ്ട്. പദവി എല്ലാം ഉണ്ട്. ജീവിതത്തിൽ എല്ലാം ഭൗമികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അനുകൂലം. പക്ഷെ അതിന്റെ മധ്യത്തിൽ മനുഷ്യന് നെട്ടോട്ടം ഓടുക. എന്തുകൊണ്ടാ? ജീവിതത്തിന് സമാധാനമില്ല, യഥാർത്ഥമായിട്ടുള്ള സമാധാനമില്ല. താൽക്കാലികമായ ചില ഉല്ലാസങ്ങളുടെ പുറകെ മനുഷ്യന് പോകുമ്പോൾ ഇതെനിക്ക് സമാധാനം തരും, അതെനിക്ക് സമാധാനം തരുമെന്ന് പറഞ്ഞ് ഓടിപ്പോകുമ്പോൾ അതിന്റെ മധ്യത്തിൽ ഒന്നും സമാധാനം ലഭിക്കാതിരിക്കുമ്പോൾ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ദാസനോട് ഇവിടെ ഓർപ്പിക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം തന്നെ വിഷയമായിരുന്നാലും, ഏതെല്ലാം ഞെരുക്കത്തിന്റെ ഭാരത്തിന്റെ അവസ്ഥയിലൂടെ നീ കടന്നുപോയാലും ഭാരപ്പെടേണ്ട കുഞ്ഞെ. കാര്യം ക്രിസ്തുവിലുള്ള ഒരു സമാധാനം നിന്റെ ഹൃദയത്തെ വാഴുകയാണ്. ക്രിസ്തുവിലുള്ള ഒരു സമാധാനം നിന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. കാര്യം അതുകൊണ്ട് തന്നെയല്ല ലോകമനുഷ്യർ നോക്കുമ്പോൾ ഇവർക്ക് എന്താ ഇത്രമാത്രം സന്തോഷം, ഇവരുടെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രതിസന്ധി ഉണ്ടായിട്ടും ഇത്രമാത്രം എന്നേക്കാൾ കൂടുതൽ ഞെരുക്കത്തിലൂടെ ഭാരത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇവരായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ ഇത്രമാത്രം സന്തോഷം, എന്തുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇത്രമാത്രം ഒരു പ്രത്യാശയുടെ വാക്കുകൾ കേൾക്കുന്നത്? അതിന് കാരണം മറ്റൊന്നുമല്ല, ക്രിസ്തു നമുക്ക് അതിരിക്കുന്ന ഭാഗത്ത് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് പൗലോസ് ഇവിടെ പരിശുദ്ധാത്മാവിനോട് ഓർപ്പിക്കുന്നത്. നാം ഒന്നിനെ കുറിച്ച് വിചാരപ്പെട്ടിട്ട് കാര്യം എന്താ? നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിലുള്ള സമാധാനം നമ്മുടെ ജീവിതത്തെ വാഴാനുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തെ കാരണം ജീവിതത്തിൽ വ്യാകുലപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. എന്തുകൊണ്ട്? ജീവിതത്തിൽ ക്രിസ്തുവിലുള്ള സമാധാനം, പീസ് ഇൻ ക്രൈസ്റ്റ് ജീസസ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇനി രണ്ടാമത്തെ കാരണത്തിലേക്ക് കടന്നു പോകാം. അത് 4:19 തന്നെയാണ്. 4-ാം അധ്യായത്തിന്റെ 19. അതൊന്ന് വായിക്കാം. 4:19. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്നെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. താങ്ക് യു ആന്റി. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ തീർത്തു തരും. അപ്പൊ രണ്ടാമത്തെ കാരണം, ആവശ്യങ്ങൾ ക്രിസ്തുയേശുവിൽ നിറവേറ്റപ്പെടും. My needs in Christ Jesus. ഒന്നാമതായിട്ട് പീസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്, 2 നീഡ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഭാഗം ചിന്തിച്ചപ്പോൾ നമ്മൾ ചിന്തിക്കുക, കർത്താവേ അയ്യോ എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഇല്ലേ,
അല്ലെ എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു വിഷയത്തിന്റെ ഒരു റിസൾട്ട് ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. അല്ല, സമാധാനം തരുന്നതിനോടൊപ്പം ഇവിടെ പൗലോസ് സഭയെ ഓർപ്പിക്കുകയാണ്, ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടോ. പൗലോസ് ഇവിടെ ഫിസിക്കൽ ബുദ്ധിമുട്ടിനോടുള്ള ബന്ധത്തെ പറയുന്നെങ്കിലും ആത്മീയമായിട്ട് നമുക്ക് ചിന്തിക്കാം. മാത്രമല്ല മറ്റു ഭാഗങ്ങളിലൊക്കെ പൗലോസ് ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടെ കുറിച്ച് പറയുമ്പോൾ ആത്മീയമായിട്ട് നമ്മൾ ഇവിടെ പ്രോസ്പെരിറ്റി അല്ലേ പറയുന്നത്. നമ്മൾ 2 വെച്ചാൽ 4 കിട്ടുന്നു, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യം എല്ലാം മാറ്റി കോടി മണിമാളികളും കോടികളും തന്ന് നിന്നെ ഈ ഭൂമിയിൽ നടത്തുന്നൊന്നും അല്ല വചനം പറയുന്നത്. അത് വചനത്തിന്റെ പ്രമാണമല്ല. പക്ഷേ ജീവിതത്തിൽ നാം എന്തെല്ലാം ഭൗമ്യമായിട്ടുള്ള നിലയിൽ ഒരു ദൈവം ഇതിനെ സംബന്ധിച്ചോളം ദൈവം ആഗ്രഹിക്കുന്നത് ഭൗമ്യമായിട്ടുള്ള നിലയിലും ഏതെല്ലാം ഞെരുക്കത്തിലൂടെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയാലും അത് തീർത്തു കഴിയുവാൻ കഴിയുന്ന ഒരു കർത്താവിനെ നാം സേവിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ഞാൻ കേൾക്കുവാൻ ഇടയായി തീർന്നു, രാജാവ് തന്റെ മക്കള് ഒരിക്കലും ദരിദ്രരായിട്ട് പട്ടിണി കിടക്കണമെന്ന് ആഗ്രഹിക്കത്തില്ല. ഒരു രാജാവ് ഒരിക്കലും ആഗ്രഹിക്കത്തില്ല തന്റെ മക്കള്, തന്റെ കുഞ്ഞുങ്ങള് ജീവിതത്തില് ഞെരുക്കത്തിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകണമെന്ന്. എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, ആത്മീയമായ നിലയിൽ കർത്താവിനെ സേവിക്കുമ്പോൾ കർത്താവ് കഷ്ടം അനുഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കും. തീർച്ചയായിട്ടും നമ്മൾ കർത്താവിനെ യഥാർത്ഥമായിട്ട് സേവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തില് അപ്പോസ്തലന്മാർ അനുഭവിച്ചതുപോലെ നിന്ദകള്, പരിഹാസങ്ങള്, ഞെരുക്കങ്ങള് കർത്താവ് നമ്മെ ഏത് സാഹചര്യത്തിലൂടെ കടന്നു വന്നോ അതിലൂടെ നാം കടന്നു പോവുകയും ചെയ്യേണ്ടി വരും. എന്നാലും നമ്മുടെ ജീവിതത്തിൽ നാം ഓർത്തോണം, കർത്താവ് ഈ വിഷയത്തില് നാം ഭൗതികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലൂടെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അപേക്ഷയാചന കഴിക്കുന്നുവെങ്കിൽ, സ്തോത്രത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ തീർത്തു കഴിയുവാൻ കഴിയുന്ന ഒരു ക്രിസ്തുയേശുവിനെ നാം സേവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ ഏതു തന്നെ ഭാരമായാലും, ചിലപ്പം നാളുകളായിട്ട് നാം കടന്നു പോകുന്ന ഒരു രോഗത്തിന്റെ വിഷയമായിരിക്കാം, നാളുകളായിട്ട് നാം കടന്നു പോകുന്ന ഒരു പ്രയാസം എന്തു തന്നെ ആയിരുന്നാലും ആത്മീയമായ തലത്തിലും ഭൗമികമായ തലത്തിലും അത് തീർത്തു തരുവാൻ കഴിയുന്ന ഒരു കർത്താവിനെ നാം സേവിക്കുന്നത്. നാം ഓർത്തോണം, ഒന്നാമതായിട്ട് നാം ചിന്തിച്ചു ഹൃദയത്തിൽ ആ സമാധാനം തരുന്നു. അത് തന്നെ തരുമ്പോൾ ഇക്കാലം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു, അല്ലെ? ഇക്കാലം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോയി. പക്ഷെ അതിനോടൊപ്പം തന്നെ എന്തെല്ലാം ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ഭൗമതലത്തിൽ നാം അനുഭവിക്കുന്നുവോ അതെല്ലാം തീർത്തു തരുവാൻ കഴിയുന്ന ഒരു ക്രിസ്തുയേശുവിലാണ് നാം വിശ്വസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അരി കർത്താവ് തന്നെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ അതിന്റെ ആത്മീയമാർത്ഥത്തിലെ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ 2 കൊരിന്ത്യർ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു സമ്പന്നനായിരുന്നു, സ്വർഗത്തിലെ സകല സമ്പന്നതയിലുമായിരുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മെ സമ്പന്നരാക്കുവാൻ, ആത്മീയ അർത്ഥത്തിൽ ചിന്തിച്ച നമ്മെ സമ്പന്നരാക്കുവാൻ, നമ്മെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിറയ്ക്കുവാന്, സ്വർഗത്തിൽ നമുക്ക് സകല ആസമ്പത്തും നിത്യതയുടെ സകല ശ്രേഷ്ഠതയും നമ്മുടെ ജീവിതത്തിൽ നൽകുവാന് നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. നമുക്ക് വേണ്ടി താണ ഭൂമിയിലേക്ക് കടന്നു വന്നു. കാര്യം നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ പദവി, നമ്മുടെ നിലവാരം മാറ്റുവാൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാല കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ, വേഷയോടെ, സ്തോത്രത്തോടെ നാം ദൈവസന്നിധിയിൽ ആയിരിക്കുന്നുവെങ്കിൽ, കർത്താവെ എന്റെ ബുദ്ധിമുട്ട് തീർത്തു കഴിയുവാൻ കഴിയുന്ന അങ്ങയാണല്ലോ ഞാൻ സേവിക്കുന്നത്, എന്റെ ജീവിതത്തിന്റെ ഭാരങ്ങൾ തീർത്തു തരുവാൻ കഴിയുന്ന അങ്ങയാണല്ലോ സേവിക്കുന്നത്. കാര്യം എന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഈ ബുദ്ധിമുട്ട്, എന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഭാരം ശത്രുവിനൊരു മുതലെടുക്കുവാൻ ഒരു കാരണമായിട്ടല്ല. ഇതുപോലെ ഞാൻ എന്റെ ജീവിതത്തിൽ തളർന്നു പോകുവാനല്ല, ഇതുപോലെ ഞാൻ എന്റെ ജീവിതത്തിൽ ക്ഷീണിച്ചു പോകുവാനല്ല. പകരമായിട്ട് ഇതിന്റെ മധ്യത്തിൽ ഈ ബുദ്ധിമുട്ട് തീർത്ത് ഈ കർത്താവിനെ കൂടുതലായി സേവിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നമ്മുടെ ബുദ്ധിമുട്ട് തീരണമെന്ന് നാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് സുഖത്തോടെ ഭൂമിയിൽ ജീവിക്കുവാന്, നമ്മുടെ സാഹചര്യം എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞ് നമുക്കങ്ങ് നന്നായിട്ട് അങ്ങ് ജീവിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന പലപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം. പക്ഷെ അതല്ല യഥാർത്ഥ ദൈവം ഇതിന് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. എന്റെ ബുദ്ധിമുട്ട് എന്റെ ഭൗമികമായ തലത്തിലും എന്റെ ഞെരുക്കം മാറുമ്പോൾ, എന്റെ ബുദ്ധിമുട്ട് മാറുമ്പോൾ എന്റെ കർത്താവിനെ കൂടുതലായി സേവിക്കുവാൻ, എന്റെ കർത്താവിന് വേണ്ടി കൂടുതലായി പ്രവർത്തിക്കുവാൻ, എന്റെ കർത്താവിന് വേണ്ടി കൂടുതലായി ചെയ്യുവാന്. എന്റെ കാലം എത്രയെന്ന് എനിക്ക് അറിയത്തില്ല, ഈ ഒരു നിമിഷം എനിക്ക് ലഭിച്ചെങ്കിൽ അത് മാത്രമേ ഭൂമിയിലുള്ളൂ. കർത്താവിന്റെ വരവ് എപ്പോഴെന്ന് ഞാൻ അറിയുന്നില്ല. എന്നാലും ഞാൻ ഒരുക്കത്തോടെ ആയിരിക്കുമ്പോൾ എന്റെ കർത്താവിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുവാൻ, എന്റെ കർത്താവിന് വേണ്ടി കൂടുതൽ ചെയ്യുവാൻ, എന്റെ കർത്താവിന് വേണ്ടി ചിലരെ നേടുവാന്, ചിലരെ തീങ്ങ് വലിച്ചെടുക്കുവാന്, എന്റെ ജീവിതം കൊണ്ട് ഇടയായി തീരേണ്ടതിന് ഈ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഭൗമിക തലത്തിലെ ഞെരുക്കം, ഈ ഭൗമിക തലത്തിലെ ഭാരം, ഈ ഭൗമിക തലത്തിലെ ഈ വിഷയം എനിക്ക് വേണ്ടി തീർത്തു തരുന്ന ഒരു കർത്താവ്. ദൈവത്തിന് സ്തോത്രം. അതല്ലേ നല്ല ആഗ്രഹങ്ങളെ മാനിക്കുന്ന ഒരു കർത്താവിനെ നാം സേവിക്കുന്നത്. അതല്ലേ പലപ്പോഴും ജീവിതത്തില് ഞാൻ പലപ്പോഴും എന്റെ പേരൻസിൽ നിന്ന് കേട്ടിട്ടുണ്ട്, മറ്റ് അനേക ദൈവദാസന്മാർ ദൈവജനത്തിൽ കേട്ടിട്ടുണ്ട്, ജീവിതത്തിന്റെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ അയ്യോ മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിയുന്നില്ലല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ലല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ, ദൈവത്തിന് വേണ്ടി കൂടുതലായി പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു വെമ്പലാണ്, എന്തൊരു ഞെരുക്കമാണ്, ആ ഹൃദയ ഭാരമാണ് അവരുടെ ജീവിതത്തെ അലട്ടുന്നത്. അല്ലാതെ മറ്റു മനുഷ്യരെ പോലെ എന്റെ ജീവിതത്തിന്റെ ഞെരുക്കം ഇപ്പോൾ അയ്യോ മാറുന്നില്ലല്ലോ, കാര്യം എനിക്കൊന്ന് നന്നായിട്ടൊന്ന് ജീവിക്കണമല്ലോ എന്നുള്ള ആഗ്രഹമല്ല, അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹമല്ല. യഥാർത്ഥമായിട്ട് കർത്താവിന്റെ വരവിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ എനിക്ക് ഭൂമിയിൽ കർത്താവിന് വേണ്ടി ചെയ്യണം. ദൈവത്തിന് സ്തോത്രം.
അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഉറപ്പിക്കുന്ന കാര്യം. രണ്ട് കാരണങ്ങൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു. ഒന്നാമതായിട്ട് ക്രിസ്തുവേശുവിലുള്ള സമാധാനം, പീസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. രണ്ടാമതായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ ക്രിസ്തുവേശുവിൽ നിറവേറ്റപ്പെടുന്നു, നീഡ്സ് ഫുൾഫിൽഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. എന്നാൽ ഇതിലും വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിലേക്കാണ് നമ്മൾ, രണ്ട് കാരണങ്ങളിലേക്ക് ഇനി നമ്മൾ കടക്കുവാൻ പോകുന്നത്. ക്രിസ്തീയ പ്രത്യാശയുടെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ടാണ് നമ്മൾ ഇനി കടക്കുവാൻ പോകുന്നത്. മൂന്നാമത്തെ കാരണം നമുക്ക് നോക്കാം. ഇതിനു മുമ്പുള്ള അധ്യായം 3:21, 3:21 നമുക്കത് വേഗത്തിൽ വായിക്കാമല്ലോ. 3:21 മൂന്നാമത്തെ കാരണം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അവൻ സകലവും എനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തിൽ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. താങ്ക് യു ആന്റി. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ക്രിസ്തീയ പ്രത്യാശയുടെ ഒന്നാമത്തെ ഘടകമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവേശുവിന്റെ ശരീരത്തോടെ രൂപാന്തരപ്പെടുന്ന, അനുരൂപമാകുന്ന ശരീരം, ബോഡി ലൈക്ക് ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിന്റെ പോലെ ഉള്ള ശരീരം, ക്രിസ്തുവിന്റെ ശരീരം പോലുള്ള ശരീരം, ബോഡി ലൈക്ക് ക്രൈസ്റ്റ് ജീസസ്. മൂന്നാമത്തെ കാരണം ക്രിസ്തീയ പ്രത്യാശയുടെ ഘടകങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നാം പ്രത്യാശയോടെ കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്നതിന്റെ ഒരു ഘടകമാണ് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശരീരത്തിന് വരുന്ന രൂപാന്തരം, നമ്മുടെ പുനരുത്ഥാനത്തിന്റെ അനുഭവം നാം നോക്കി പാർക്കുന്നതാണ്. നമുക്കറിയാം, ജീവിതത്തിലെ ഞെരുക്കങ്ങളുടെ ഭാരങ്ങളും ഒക്കെ കടന്നു പോകുമ്പോൾ, ഇവിടെ നാം ആയിരിക്കുമ്പോൾ, ജീവിതത്തിന്റെ ഏതെല്ലാം ശാരീരികമായിട്ടുള്ള ഞെരുക്കത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, ക്ഷീണത്തിലൂടെ, ഭാരത്തിലൂടെ കടന്നു പോകുമ്പോൾ, രോഗത്തിന് അടിമപ്പെട്ട് നാളുകളായിട്ട് ഭാരപ്പെട്ടായിരിക്കുമ്പോൾ, അതിന്റെ മധ്യത്തിൽ കർത്താവേ, എനിക്ക് ഇതുവരെ ഒരു വിടുതൽ ലഭിച്ചില്ലല്ലോ, എനിക്ക് ഇതുവരെ ഒരു മാറ്റം ലഭിച്ചില്ലല്ലോ എന്ന് ജീവിതത്തിൽ പറയുമ്പോൾ നാം ഭയപ്പെടേണ്ട, നാം ഭാരപ്പെടേണ്ട. കാരണം ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത്, സകലവും കണിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ശരീരത്തിന്റെ സ്റ്റാറ്റസ് മാറും, നമ്മുടെ ശരീരത്തിന്റെ അനുഭവം മാറും. ജീവിതത്തിൽ ഇപ്പോൾ ഈ ജീർണിക്കുന്ന ശരീരം, മർത്യമായ ശരീരം, നിലനിൽക്കാത്ത ഈ ശരീരം നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ, ഇപ്പോൾ ഈ ശരീരത്തിന് വേദനയും ഉള്ളപ്പോൾ, രോഗങ്ങൾ ഉള്ളപ്പോൾ, ആളുകളായിട്ട് എത്രയോ മെഡിസിൻ കഴിച്ച്, എത്രയോ ഡോക്ടർമാരുടെ പുറകെ പോയി, രക്തസ്രാവമുള്ള സ്ത്രീ പോയതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാളുകളായിട്ട് രോഗത്തിന് അടിമപ്പെട്ട് ജീവിതത്തിൽ എത്രമാത്രം ഭാരപ്പെട്ട്, കർത്താവേ, ഈ രോഗത്തിന് ഒരു മോചനം എനിക്ക് ഇതുവരെ ഇല്ലല്ലോ, ഈ വിഷയത്തിലെ എനിക്ക് ഇതുവരെ ഒരു സൗഖ്യം ലഭിച്ചില്ലല്ലോ എന്ന് നമ്മുടെ ജീവിതത്തിൽ ഭാരപ്പെടുമ്പോൾ നാം ഓർത്തോണം, നമ്മുടെ ശരീരത്തിന് ലഭിക്കുവാൻ പോകുന്ന പദവി, നമ്മുടെ ജീവിതത്തിലെ ശരീരത്തിന്റെ സ്റ്റാറ്റസ് മാറുവാൻ പോകുന്ന പദവി. കാര്യം അത് മറ്റൊന്നുമല്ല, നമുക്ക് മുമ്പ് ഒരു മാതൃകയുണ്ട്. ക്രിസ്തുയേശുവിന്റെ ശരീരത്തിന് എന്ത് സംഭവിച്ചുവോ, മരണത്താൽ ഉയർപ്പെടുന്നതിനാലും തന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചുവോ, അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിന് ഒരു മാറ്റമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശരീരത്തിന് ഒരു മാറ്റമുണ്ട്. നാം ഓർക്കണം, ഇപ്പോൾ നാം കടന്നു പോകുന്ന സാഹചര്യത്തില് എത്രയോ മരുന്നുകൾ കഴിച്ചായിരിക്കും ജീവിതത്തിൽ ആയിരിക്കുന്നത്, എത്രയോ ഡോക്ടർമാരുടെ പുറകെ പോയായിരിക്കും ജീവിതത്തിൽ ആയിരിക്കുന്നത്, ആളുകളായിട്ട് എത്രയോ ഭാരത്തിലൂടെ ഒരു വിഷയത്തിൽ ആരോടും പറയുവാൻ കഴിയാതെ ഒരു പ്രത്യേക വേദനയാലോ ഒരു പ്രത്യേക രോഗത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ഓർക്കണം, വചനം നമ്മെ ഉറപ്പിക്കുന്ന ഉറപ്പാണ്, നമ്മുടെ ശരീരത്തിന്റെ സ്റ്റാറ്റസ് മാറും. നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ഈ മർത്യമായ ശരീരത്തിൽ നിന്ന് അമർത്യമായ ഒരു അനുഭവത്തിലേക്ക്, ഈ താൽക്കാലികമായ ശരീരത്തിന്റെ അനുഭവത്തിൽ നിന്ന് നിത്യമായ ഒരു അനുഭവത്തിലേക്ക്, ഈ ജീർണിച്ചു പോകുന്ന ഈ ശരീരത്തിന്റെ അനുഭവത്തിൽ നിന്ന് ജീർണത ഒന്നുമില്ലാത്ത ഒരു ശരീരം, ഒരു സ്റ്റാറ്റസ് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് കർത്താവിന്റെ വരവിങ്കിൽ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പ്രത്യാശ. അതല്ലേ ജീവിതത്തില് മനുഷ്യരില്, അതല്ലേ ഈ ലോക മനുഷ്യരെ ചിന്തിക്കുമ്പോൾ ദൈവജനത്തെ എങ്ങനെ പീഡിപ്പിക്കാം, എങ്ങനെ തകർത്തു കളയാമെന്ന് ശാരീരികമായിട്ട് മുറിവേൽപ്പിക്കുമ്പോൾ, ശാരീരികമായിട്ട് എത്രയും വ്രണപ്പെടുത്താമോ, എത്രയും അടിക്കാമോ, എത്രയും കാരാഗ്രഹത്തിലിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കാം, അതെല്ലാം ചെയ്യുമ്പോൾ പൗലോസ് ഇവിടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് പൗലോസ് ഇവിടെ പറയുന്നത്, ഇപ്പോൾ ഞാൻ ശരീരത്തിൽ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ ജീർണത അനുഭവിക്കുന്നു, ഇപ്പോൾ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ രോഗത്തിന്റെ കെടുതിയുണ്ട്, എന്റെ ജീവിതത്തിന്റെ രോഗത്തിന്റെയും മറ്റേതെല്ലാം സിക്നസും ഡിസീസസും എന്റെ ജീവിതത്തിൽ കടന്നു വരാമോ, അതെല്ലാം എന്റെ ജീവിതത്തിൽ കടന്നു വരാം. ഇപ്പൊ അവർ മുറിവേൽപ്പിച്ചാൽ അത് മുറിവായിട്ട് മാറും, വ്രണങ്ങൾ കടന്നു വരും, ഇവിടെ നിന്ന് ചോര വരും. ഇങ്ങനെ എല്ലാ നിലയിലും എന്റെ ശരീരത്തിന്റെ ഭാരം ഉണ്ടാകുമ്പോൾ ഇതൊന്നെല്ലാം മാറിപ്പോകുന്ന, ഇതൊന്നുമില്ലാത്ത ഒരു ദിവസം എന്റെ മുമ്പിലുണ്ട്, ഇതൊന്നുമില്ലാത്ത ഒരു പ്രത്യാശയുടെ അനുഭവം എന്റെ മുമ്പിലുണ്ട്. കാര്യം എന്റെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് മാതൃകയായിട്ടുള്ളത് കൊണ്ട് എന്റെ ഈ ശരീരത്തിന്റെ സ്റ്റാറ്റസ് മാറും. ഇപ്പോൾ ഈ ശരീരം മരണത്തിന് വിധേയമാണ്.
ഇപ്പോൾ ഈ ശരീരം മരണത്തിന്റെ അടിമത്തത്തിന് വിധേയമാണ്. എന്നാൽ ഇത് ആമസംബിനായ എന്റെ കർത്താവിന്റെ വരവ് സംഭവിക്കുമ്പോൾ എന്റെ ഈ ജീവിതത്തിന്റെ ഈ ശരീരത്തിന്റെ സ്റ്റാറ്റസ് മാറി എനിക്ക് തേജസ്കരണം ഞാൻ ജീവിതത്തിൽ പ്രാപിക്കും. എന്റെ ജീവിതത്തിന്റെ ശരീരത്തിന്റെ ഏതെല്ലാം ഭാരങ്ങളോട് ഞാൻ കടന്നുപോയോ, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, ഭാരമില്ലാത്ത, ഞെരുക്കമില്ലാത്ത, ഒരു നിലയിലും ജീവിതത്തിൽ ഭാരം അനുഭവിക്കാത്ത, ശരീരം കൊണ്ട് പ്രയാസപ്പെടാത്ത ഒരു നാൾ നമ്മുടെ മുമ്പിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആണല്ലോ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഉറപ്പ്. തന്റെ സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ഒരു വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ തന്റെ ഉയർച്ചയുള്ള ശരീരത്തോട്, തന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു കർത്താവ്. അതല്ലേ മനുഷ്യർ നമ്മുടെ ജീവിതം നമ്മെ ദണ്ഡിപ്പിടിക്കുമ്പോൾ ദൈവദാസന്മാർ ദൈവജനത്തെ നോർത്ത് ഇന്ത്യയിലും ആഫ്രിക്കയിലും മറ്റു വിവിധ രാജ്യങ്ങളിലും ദൈവജനത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഒരു ശരീരത്തെയാണ് നോവിപ്പിക്കുന്നത്, ശരീരത്തെ വേദനപ്പെടുത്തുന്നത്, ശരീരത്തെ ഇല്ലായ്മ ചെയ്യുവാൻ അവർ ആഗ്രഹിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഇവരിവിടെ വെച്ച് അടിയറവ് പറയുന്നു. പക്ഷേ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവേദനയുടെ ഉറപ്പ്, എന്റെ ജീവിതത്തിൽ ശരീരത്തെ അവർ എത്രമാത്രം നോവിപ്പിച്ചോട്ട്, എത്രമാത്രം ദണ്ഡന ഇതിലെ ഈ ഭൂമിയിൽ അനുഭവിച്ചോട്ട്, എത്രമാത്രം മുറിവുകൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ ഈ ശരീരത്തിൽ ഞാൻ അനുഭവിച്ചോട്ട്, അതുകൊണ്ട് എന്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. കാര്യം രൂപാന്തരത്തിന്റെ ഒരു ദിവസം എന്റെ മുമ്പിലുണ്ട്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ ക്രിസ്തുവിനെ മരിച്ചവ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് എതിരേൽക്കുവാൻ രൂപാന്തരപ്പെട്ട് നാം എല്ലാവരും ആയിരം വിശുദ്ധന്മാരോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്ന ആ സുദിനം, ആ നല്ല അനുഭവം. ദൈവത്തിന്റെ സ്തോത്രം. ശരീരത്തിന്റെ സ്റ്റാറ്റസ് മാറും. ജീർണിച്ചിരിക്കുന്ന, മർത്യമായിരിക്കുന്ന, രോഗം പിടിപ്പെട്ടിരിക്കുന്ന ഭാരങ്ങൾ ശരീരത്തിൽ അനുഭവിക്കുന്ന ഈ സ്റ്റാറ്റസ് മാറും. കാര്യം കർത്താവ് നമുക്ക് മാതൃകയാണ്. കർത്താവിന്റെ ശരീരം നമുക്ക് മുമ്പായിട്ട് ആ രൂപാന്തരം അനുഭവിച്ചതുകൊണ്ട്, നമുക്ക് മാതൃക കർത്താവ് കാണിച്ചിട്ടുള്ളത് കൊണ്ട്, ജീവൻ അധികാരം കർത്താവിന്റെ സന്നിധിയിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശരീരത്തിന്റെ സ്റ്റാറ്റസിനും മാറ്റം സംഭവിക്കും. സ്തോത്രം. ഇതാണ് മൂന്നാമത്തെ കാരണം. ബോഡി ലൈക്ക് ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുയേശുവിനെ പോലുള്ള ശരീരം, ക്രിസ്തുയേശുവിന്റെ പോലുള്ള ശരീരം. ഒന്ന് സമാധാനം നമ്മൾ ചിന്തിച്ചു, രണ്ട് ആവശ്യങ്ങൾ, മൂന്ന് ശരീരം. ഈ നാലാമതായിട്ട് ഒരു ചിന്തയോട് ഒരു കാരണം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. അത് അതിന് മുമ്പുള്ള വാക്യം തന്നെയാണ്. 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, അവസാനത്തെ കാരണം, 3:20. ആർക്കും വായിക്കാമല്ലോ? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. താങ്ക് യു ആന്റി. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. എത്രയോ പ്രത്യാശ. ഇത് പ്രത്യാശയുടെ രണ്ടാമത്തെ ഘട്ടം. ഒന്ന്, നമ്മുടെ ശരീരത്തിന്റെ മാറ്റം. രണ്ട്, നമ്മുടെ സ്റ്റാറ്റസ്, ജീവിതത്തിന്റെ, നാം നിത്യതയുടെ അനുഭവം. നാം എവിടെ നിത്യത ചെലവഴിക്കുന്നു എന്നുള്ള പ്രത്യാശ നമ്മൾ വർദ്ധിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു സമാധാനം. രണ്ട്, ആവശ്യം. മൂന്ന്, നമ്മുടെ ശരീരത്തിന്റെ സ്റ്റാറ്റസ് മാറുന്നു. പക്ഷെ നാലാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാം കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനോടുകൂടെ യുഗായുഗമായിരിക്കുന്ന അനുഭവം, നിത്യതയിൽ കർത്താവിനോടുകൂടെ വാഴുന്ന അനുഭവം. നമ്മൾ ഓർക്കണം, ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, നമ്മൾ കർത്തദാസന്മാരൊക്കെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, നമുക്ക് ചിലപ്പോൾ ഇവിടെ ഇന്ത്യയിൽ പൗരത്വം കാണും, അല്ലെ അമേരിക്ക പൗരത്വം കാണും, അല്ലെ ലോകത്തിന്റെ ഏത് രാജ്യത്തായാലും അവിടെയൊക്കെ നമ്മൾ സിറ്റിസൺസ് ആയിരിക്കും, പൗരന്മാരായിരിക്കും. പക്ഷേ അതൊക്കെ താൽക്കാലികമാണ്. നാം ഭൂമിയിൽ എവിടെയെല്ലാം നമുക്ക് പൗരത്വമുണ്ടോ, ഈ ഭൂമിയിലെ ആയുസ് കൊണ്ട് അതെല്ലാം അവിടെ അവസാനിക്കും. പറയാൻ മാത്രം, ചിലപ്പോൾ പറയാൻ പോലും പറ്റത്തില്ല. അധികാരസ്ഥന്മാരുടെ നിയമങ്ങൾ മറിയുന്നതിനനുസരിച്ച് ചിലപ്പോൾ ആ പൗരത്വം നഷ്ടപ്പെട്ടെന്നും ഇരിക്കും. പക്ഷേ കർത്താവ് നമുക്ക് തരുന്ന ഉറപ്പാണ്. പൗലോസ് ഇവിടെ നമ്മൾ ഓർപ്പിക്കുന്നു, നമ്മുടെ ശ്രദ്ധ ഇവിടെ ഭൂമിയിലുള്ളത് ഒന്നും ഉടക്കി പോകരുത്, നമ്മുടെ കണ്ണ് ഇവിടെ ഭൂമിയിലുള്ളതിലൊന്നും ഉടക്കി പോകരുത്. കാര്യം കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ, കാര്യം എന്താ, നാം ഉയരത്തിലേക്ക് നോക്കാനുള്ളവരാണ്, നാം സ്വർഗീയമായത് കാംക്ഷിക്കുവാനുള്ളവരാണ്. കാര്യം അവിടുത്തെ പൗരന്മാരാണ് നാം, അവിടെ ജീവിക്കുവാനുള്ളവരാണ് നാം, ആ നിത്യതയെ നോക്കി പാർക്കേണ്ടവരാണ് നാം. ഇവിടെ ഭൂമിയിലായിരിക്കുന്ന ചെറിയൊരു ജീവിതം മാത്രമാണ്. 70 ഏറെയായാൽ 80. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനായി നമുക്കറിയാം മെഥുശേലഹ് 969 വർഷം ജീവിച്ചു. പക്ഷെ അതിനുശേഷം കടന്നു വന്ന നോഹയുടെ കാലത്ത് അത് 120 മാറി. കർത്താവ് അങ്ങനെ ചേഞ്ച് ചെയ്തു. പക്ഷെ മാത്രമല്ല, പിന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭക്തനായ മോശെ സങ്കീർത്തനത്തിൽ പറഞ്ഞു, 90-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു 70 ഏറെയായോ 80. പക്ഷെ ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതുപോലും വളരെ വിരളമായിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. എത്രയോ ചെറുപ്പക്കാരാണ് നമ്മുടെ ചുറ്റുപാടും വാർത്താമാധ്യമങ്ങളിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ, ഇന്നത്തെ പത്രം എടുത്ത് നോക്കിക്കഴിയുമ്പോൾ 5 വയസ്സ്, 10 വയസ്സ്, 20, 25, 30 എത്രയോ ചെറുപ്പക്കാര് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആയുസ്സിന് എന്ത് ഗ്യാരണ്ടിയാ ഉള്ളത്? നമ്മുടെ ജീവിതത്തിന് എന്ത് ഗ്യാരണ്ടിയാ ഭൂമിയിലുള്ളത്? ഞാൻ പലപ്പോഴും പറയും, ഒരു ഗ്യാരണ്ടിയും വാറന്റിയും ഇൻഷുറൻസും ഇല്ലാത്ത ഒറ്റ കാര്യം നമ്മുടെ ജീവിതമാണ്.
എത്രമാത്രം നമ്മൾ ഈ ഭൂമിയിൽ മറ്റെല്ലാത്തിനും വേണ്ടി ഓടുന്നോ, നമ്മുടെ ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഇൻഷുറൻസ് നമുക്ക് പറയുവാൻ കഴിയത്തില്ല. നമ്മളെല്ലാം എടുക്കും, ലൈഫ് ഇൻഷുറൻസ് എടുക്കും, ജീവിതത്തിന് വേണ്ടിയുള്ള നമ്മുടെ വാറണ്ടി ഗ്യാരണ്ടി എല്ലാം നമ്മൾ എടുത്തു വെക്കും ഭൂമിയിൽ. പക്ഷേ സമയം എപ്പോഴാണ് നമുക്ക് ആർക്കും ഒരു ബോധ്യമില്ല. പക്ഷെ ഇവിടെ നമ്മെ ഓർപ്പിക്കുന്ന ഭക്തനായ മനുഷ്യൻ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ നമ്മെ ഓർപ്പിക്കുന്നത്, ഈ ഭൂമിയിലെ ഒരു പൗരത്വത്തിന് വേണ്ടിയല്ല നമ്മൾ ഓടുന്നത്, ഈ ഭൂമിയിൽ ചിലത് നേടിയെടുക്കുവാൻ വേണ്ടിയല്ല നമ്മൾ ഓടുന്നത്. ഓർക്കണം, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. കാര്യം എന്താ? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്നാ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുന്നത് നാം കാത്തിരിക്കുന്നത്, നാം പ്രത്യാശയോടെ ജീവിക്കുന്നത്. പഴയ നിയമ ഭക്തനായ അബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തില് അവിടെ ദൈവദാസൻ പറയുന്നത്, അബ്രഹാം പോയി കർത്താവ് കാണിക്കുവാനിരുന്ന ദേശത്തേക്ക് തന്നെ യാത്ര ചെയ്തു. പക്ഷെ ആ ദേശത്തെത്തി കഴിഞ്ഞപ്പോൾ യാത്ര ചെയ്തു, കനാൻ നാട്ടിലേക്കാണ്, അതാണ് വാഗ്ദത്ത ദേശം ഭൂമിയില്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും അവിടെ പറയുന്നത് 11-ാം അധ്യായത്തില്, അവിടെയും ഇസഹാക്കിനോട് യാക്കോബിനോടും കൂടെ അന്യനും പരദേശിയുമായിട്ട് ഈ ഭൂമിയിൽ പാർത്തു. ചിന്തിച്ചു നോക്കുമ്പോ വാഗ്ദത്ത ദേശത്തേക്കല്ലായിരുന്നു ഓടിയത്. പക്ഷെ അബ്രഹാമിന് ഒരു കാഴ്ചപ്പാടാണ്. ശരിയാ, ഭൂമിയിൽ എനിക്കത് വാഗ്ദത്ത നാടായിട്ട് കർത്താവ് പറഞ്ഞു, നിന്റെ സന്തതിക്ക് ഞാനത് നൽകും. ശരിയാണ്. പക്ഷെ കാഴ്ചപ്പാട് ലഭിച്ച, വെളിപ്പാടുണ്ടായിരുന്ന ഭക്തനായ അബ്രഹാം പറഞ്ഞു, പക്ഷെ ഇതുകൊണ്ടൊന്നുമല്ല, ഇവിടം കൊണ്ടല്ല, ഇത് നേടിയെടുക്കുവാനല്ല, ഇവിടം കൊണ്ട് ഇത് അവസാനിപ്പിക്കുവാനല്ല, ഈ ജീവിതം കൊണ്ട് ഇവിടം കൊണ്ട് അങ്ങ് തീരുവാനല്ല, പകരമായിട്ട് ഇതിനപ്പുറത്തേക്ക് ഒന്ന്, ദൈവശില്പിയെ നിർമ്മിച്ചിരിക്കുന്ന ഒന്ന്, ദൈവം അടിസ്ഥാനം ഇട്ടിരിക്കുന്ന ഒന്ന്, ആ ഒരു നാടിന് വേണ്ടിയാണ് ഞാൻ ഓടുന്നത്, ആ ഒരു നാടിനെയാണ് ഞാൻ നോക്കി പാർക്കുന്നത്. അവിടെയാണ് എന്റെ പൗരത്വം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഓർത്തോണം, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഈ ഭൂമിയിൽ ഒന്നിനുമല്ല നമ്മുടെ കണ്ണുടക്കി പോകേണ്ടത്. അങ്ങനെ കണ്ണുടക്കി പോകുമ്പോഴാണ് സംഭവിക്കുന്ന എന്ത്? വിചാരവും ഭാരവും വ്യാകുലതയും. കാര്യം എന്താ? നമ്മുടെ ഭൂമിയിൽ എന്തെങ്കിലും, നമുക്ക് ഇവിടെ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവ് തന്നിരിക്കുന്ന ആയുസ്സിൽ ഭൂമിയിൽ എന്തെങ്കിലും വിഷയത്തില്, എന്തെങ്കിലും കാര്യത്തില്, നന്മയിൽ നമ്മുടെ കണ്ണുടക്കി പോയി കഴിഞ്ഞാൽ, അത് ഇല്ലാതെ ആയി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെടും. കാര്യം എന്താ? നമ്മൾ ആശ്രയിച്ച അതിലായിരുന്നു, നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് അതിനെയായിരുന്നു. അതിന്റെ ഗതി തീരുമാനിക്കപ്പെടുന്നത് അനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗതിയും തീരുമാനിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു, നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ നിരൂപണങ്ങൾക്ക് മാറ്റം വരുന്നുവെങ്കിൽ, നാം കർത്താവിന്റെ സന്നിധിയില് പ്രാർത്ഥന ഏതുവിധമായിരിക്കുന്നു, നമ്മുടെ അപേക്ഷ ഏതുവിധമായിരിക്കുന്നു, കർത്താവിന്റെ സന്നിധി സ്തോത്രം ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ അനുസരിച്ചായിരിക്കണം ഒരു ദൈവത്തിന്റെ ജീവിതം ഗതി തീരുമാനിക്കപ്പെടേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പൗലോസോട് ഉറപ്പോടെ പറയുന്നു, നമുക്ക് പൗരത്വം ഉണ്ട്, ഇവിടെ അല്ല, താൻ നശിച്ചു പോകുന്ന ഇവിടെ അല്ല, മാറിപ്പോകുന്ന രാജ്യങ്ങളിലല്ല, മാറിപ്പോകുന്ന രാജ്യങ്ങളുടെ പദവിയിലല്ല, പകരമായിട്ട് മാറിപ്പോകാത്തതും നിത്യതുമായതും എന്നേക്കും കർത്താവിനോട് വാഴുന്നതുമായ ഒരു രാജ്യത്തിലും ആ കർത്താവിനോടുകൂടെ വസിക്കുവാനാണ്, ആ കർത്താവിനോടുകൂടെ വാഴുവാനാണ്. അവിടെയാണ് നമ്മുടെ പൗരത്വം. പൗലോസിന് ഈ ഉറപ്പുണ്ടായിരുന്നു. ഈ 4 വിധ ഉറപ്പ്, ഈ 4 വിധ കാരണങ്ങൾ മറന്നുപോകരുതേ. ഒന്ന്, കർത്താവ് സന്നിധിയിലുള്ള സമാധാനം. 4:7 നമ്മൾ കണ്ടതുപോലെ പീസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്, ക്രിസ്തുയേശുവിലുള്ള സമാധാനം. 2:4-19 നമ്മൾ കണ്ടതുപോലെ നീഡ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്, നമ്മുടെ ആവശ്യങ്ങൾ ക്രിസ്തുയേശുവിൽ നിറവേറ്റപ്പെടുന്നു. 3 നമ്മൾ ചിന്തിച്ചു, 3:21 ബോഡി ലൈക്ക് ക്രൈസ്റ്റ് ജീസസ്, ക്രിസ്തുയേശുവിന്റെ പോലുള്ള ഒരു ശരീരം നമ്മുടെ ജീവിതം നമുക്ക് പ്രാപിക്കുന്നു, നമുക്ക് ലഭിക്കുന്നു. അല്ലാതായിട്ട് നമ്മൾ ഇവിടെ അവസാനം ചിന്തിച്ചതുപോലെ 3:20 ക്രിസ്തുവിൻ എവിടെ നിന്ന് കടന്നു വരുന്നോ, എവിടെ നിന്ന് നമുക്ക് പൗരത്വമുണ്ടോ, അവിടേക്ക് നാം ചെല്ലപ്പെടുന്നു, അവിടേക്ക് നാം എത്തപ്പെടുന്നു, അവിടെ നാം കർത്താവിനോടുകൂടെ വസിക്കുന്നു. ഇങ്ങനെ 4 വിധ കാരണം. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, കാരാഗ്രഹമൊന്നും എനിക്ക് വിഷയമല്ല, ചങ്ങലയുണ്ടെങ്കിലും പടയാളികളുടെ എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം ദണ്ഡനം അനുഭവിച്ചാൽ അതൊന്നും എനിക്ക് വിഷയമല്ല. കാര്യം എനിക്കൊരു ഭാവിയുണ്ട്, കാര്യം എനിക്കൊരു നിത്യതയുണ്ട്, ഞാൻ കാത്തിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. പകൽക്കാല കർത്താവിന്റെ സന്നിധി നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. അപ്പോസ്തലനായ പൗലോസിന് ലഭിച്ച പ്രത്യാശ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ, ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടാതെ, ഒന്നിനെക്കുറിച്ചും ക്ഷീണിച്ചു പോകാതെ കർത്താവിന്റെ സന്നിധി ആ ചിന്താകുലകളെല്ലാം പ്രാർത്ഥനയ്ക്ക് മുഖാന്തരമായി തീരട്ടെ. നമ്മൾക്കാർ ഒരു സമർപ്പണത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങളുടെ മുഖത്ത് നാം ആയിരിക്കുന്നുവോ ആ വിഷയങ്ങളെല്ലാം പ്രാർത്ഥനയ്ക്ക് ഒരു കാരണമായി തീരട്ടെ. അപേക്ഷയാചന കഴിക്കുന്നതിന് കാരണമായി തീരട്ടെ. കർത്താവിന്റെ സന്നിധി സ്തോത്രം അർപ്പിക്കുന്നതിന് കാരണമായി തീരട്ടെ. നമ്മൾക്കാലം അങ്ങനെ കഴിയുന്നുവെങ്കിൽ അപ്പോസ്തലനായ പൗലോസിന് ലഭിച്ച പ്രത്യാശ പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറുവാൻ കഴിയും. നമ്മുടെ ശരീരത്തിന് ഒരു മാറ്റം വരും. നമുക്ക് പൗരത്വമുള്ള സ്വർഗത്തിലാണ്, ഹൃദയത്തിന് ഒരു സമാധാനം ലഭിക്കും, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും. എല്ലാ നിലയിലും നമ്മുടെ കർത്താവ് നമ്മെ വിജയകരമായിട്ട് ഈ ജീവിതത്തിൽ നടത്തുവാനിടയായി. ഇന്ന് പകൽക്കാല കർത്താവിന് സന്നിധി സമർപ്പിക്കാം, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. ഇതുവരെ സമയം അനുവദിച്ചു തന്ന എല്ലാവരോടും നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു.